നമസ്കാരം. നീന പറഞ്ഞ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും ആ ജിയാങ് വെല്ലിനെയും അയാളുടെ കൂടെയുള്ള ആ രണ്ട് മാർഷൽ ആർട്ടിസ്റ്റുകളെ ഞെട്ടിച്ചു എന്നൊരു പറയാം. അവരുടെ മുഖത്ത് തികച്ച ഒരു അന്താളിപ്പ് ആ ഡയലോഗ് ഉണർത്തിയിട്ടുണ്ട്. മരിച്ചവർക്ക് മാത്രമാണ് ശാശ്വതമായി രഹസ്യം സൂക്ഷിക്കാൻ കഴിയുക എന്നാണ് നീൽ പറഞ്ഞത്. അതിന് മറുപടിയായി ജിയാങ് വെല്ലിൻ നീലിനോട് പറഞ്ഞു, നീ ആരാ എന്താ എന്നതും ഇനി ഞാൻ തിരക്കുന്നില്ല. ആദ്യം നീ, അതിനുശേഷം നിനക്കൊപ്പം ആ കോഫി ഷോപ്പിലുള്ള ആ പെണ്ണ്, രണ്ടും ഇന്ന് തീരും. അങ്ങനെ ജിയാങ് വെല്ലിൻ പറഞ്ഞ ആ നിമിഷത്തിൽ ജിയാങ് വെല്ലിന്റെ ഇടതു ഭാഗത്തുണ്ടായിരുന്ന ആ മാർഷൽ ആർട്ടിസ്റ്റ് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. 1, 2 എന്ന എണ്ണത്തിനിടയിൽ അയാൾ അതിവേഗം നീലിന് നേരെ കുതിച്ചു പാഞ്ഞു വരികയാണ്. നീലും അയാൾ തമ്മിൽ ഏകദേശം ഒരു 8 അടി വ്യത്യാസം വന്നതും അയാൾ തറയിന്ന് മുകളിലേക്ക് കുതിച്ചു. മുകളിലേക്ക് കുതിച്ച അയാൾ അമ്പരപ്പിക്കുന്ന വേഗതയിൽ നീലിന്റെ തലയ്ക്ക് മുകളിലൂടെ നീലിന്റെ തൊട്ടുപുറകിലുള്ള ആ ചുവരിൽ ചാടി ഒരു ചവിട്ട്. ചുവരിൽ ചവിട്ടിയ ആ കക്ഷി ചുവരിൽ ചവിട്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു. മതിലിൽ ചവിട്ടി കറങ്ങി വലത് കാല് താഴേക്ക് നീട്ടി ഒരു അറ്റ ചവിട്ട്. നീലിന്റെ തല ലക്ഷ്യമാക്കി ആ കാല് താഴ്ന്ന് വരുന്ന ആ നിമിഷത്തിൽ നീല് വലത് കൈ ഉയർത്തി ഒരു അറ്റ ഇടി. താഴേക്ക് പാഞ്ഞു വരുന്ന ആ കാലും നീലിന്റെ വലത് കൈ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ സമയത്ത് ജിയാങ് വെല്ലിന്റെ മുഖത്ത് ഒരു രസകരമായ പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുകയാണ്. ചാടി ഉയർന്ന ആ ചെറുപ്പക്കാരനെ ചവിട്ടുന്ന കക്ഷി എന്താണെന്നും ആരാണെന്നും വെല്ലിന് നന്നായിട്ട് അറിയാം. താഴെ നിൽക്കുന്നവന്റെ തല ആ ഒറ്റ ചവിട്ടിൽ കഴുത്തിൽ നിന്ന് തെറിക്കും. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് വെല്ലിൻ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സമയത്താണ് നീലിന്റെ കൈയും ആ ചെറുപ്പക്കാരന്റെ കാലും തമ്മിൽ കൂട്ടിമുട്ടിയത്. കാലുകൊണ്ടുള്ള കിക്കിനെ കൈകൊണ്ടുള്ള പഞ്ച് വഴി ആ ചെറുപ്പക്കാരൻ തടുക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായും നീലിനെ ആഞ്ഞു ചവിട്ടിയ ആ വ്യക്തി കാണുന്നുണ്ട്. അയാളുടെ മുഖത്തും ആ നിമിഷത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാള് ഈ കിക്കിൽ ഒരു സംഭവമാണ്. അതറിയാത്ത ഒരുത്തനാണ് അവന്റെ ആ ശക്തമായ കാലിൽ കൈകൊണ്ട് പഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ആലോചനയാണ് അയാളിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കിയത്. പക്ഷേ നീലിന്റെ കൈ അയാൾ കാലിൽ സ്പർശിച്ച നിമിഷത്തിൽ അയാളുടെ ആ പുഞ്ചിരി പെട്ടെന്നങ്ങ് മാഞ്ഞു. നീലിന്റെ അതിശക്തമായ പഞ്ച കാലിൽ പതിച്ച നിമിഷത്തിൽ ശരിക്കും എല്ലുകൾ ഒടിഞ്ഞ ശബ്ദം നീലിന്റെ പുറകിൽ നിൽക്കുന്ന വെല്ലിനും കൂടെയുള്ള ആളും വരെ വ്യക്തമായി കേൾക്കുകയാണ്. അത്ര ശക്തമായിട്ട് ആ എല്ലുകൾ പൊട്ടി. എല്ലുകൾ പൊട്ടി ആ കാല് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു ആംഗിളിൽ അയാളുടെ തലയിൽ ചെന്ന് ഇടിച്ചു. താഴേക്ക് പാഞ്ഞു വന്ന കാലിലേക്ക് നീല് ഇടിച്ച ആ ഇടിയേറ്റ് കാല് ഒടിഞ്ഞ് ഒരു പ്രത്യേക ആംഗിളിൽ ആ കാല് ആ വ്യക്തിയുടെ തലയിൽ വന്ന് കൊണ്ട ആ നിമിഷത്തിൽ അയാൾ പുറകോട്ട് തെറിച്ച് ആ മതിലിടിച്ചിട്ട് മുന്നോട്ട് ഒന്ന് കമന്ന് വീഴുകയാണ്. ഒരു ശബ്ദത്തോടെ ആ മനുഷ്യൻ താഴെ വീണ് ഒന്നനങ്ങി നിശ്ചലമായി. താഴെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഒറ്റ ഇടിയിൽ ആ മാർഷൽ ആർട്ടിസ്റ്റ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കാനാവാത്തൊരു കാഴ്ചയാണ് ജിയാങ് വെല്ലിനും അയാൾക്കൊപ്പമുള്ള ആളെ കണ്ടത്. ശരിക്കും അവരെക്കാൾ അമ്പരപ്പ് താഴെ വീണ് മരിച്ച ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ജീവൻ വേർപെടുന്ന സമയത്ത് പോലും ആ കണ്ണുകളിലെ അമ്പരപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് നോക്കിയ ജിയാങ് വെല്ലിൻ നീലിനോട് പറഞ്ഞു, അത് ശരി, നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലേ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആ ഗ്രാൻഡ് മാസ്റ്ററെ കൊല ചെയ്യാൻ മറ്റൊരു ഗ്രാൻഡ് മാസ്റ്റർക്കേ പറ്റൂ. അക്കാര്യം ജിയാങ് വെല്ലിന് നന്നായിട്ട് അറിയാം. ഏയ്, നീ തൊട്ടിരിക്കുന്നത് ജിയാങ് കുടുംബത്തിലെ ഒരാളെയാണ്. അങ്ങനെ പറഞ്ഞ ജിയാങ് വെല്ലിൻ അയാളുടെ കൂടെയുള്ള ആളോട് പറഞ്ഞു, ഓൾ മാസ്റ്റർ, നമുക്ക് ഒന്നിച്ച് ഇവനെ നേരിടാം. അവർ രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. എതിർ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനും ഗ്രാൻഡ് മാസ്റ്റർ ആണ്. 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒന്നിച്ച് ശ്രമിക്കുമ്പോൾ എതിർ നിൽക്കുന്ന ആള് വേഗം വീഴും. അത് മാത്രമല്ല, അവർ രണ്ടുപേരും അതിശക്തരായ ഗ്രാൻഡ് മാസ്റ്റേഴ്സുമാണ്. അങ്ങനെയുള്ള അവർ രണ്ടുപേരും ഒന്നിച്ചു ചേർന്നാൽ പിന്നെ ആ ചെറുപ്പക്കാരനെ തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ധാരണ ആ 2 ആളുകൾക്കുണ്ട്. അടുത്ത പക്ഷത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചു. 1, 2, 3 എന്ന എണ്ണത്തിനിടയിൽ ആ 2 പേരും നീലിന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. നീലിന്റെ ഇടതുവശത്തുകൂടി നീലിനെ ആക്രമിക്കുന്നത് ആ ഓൾഡ് മാസ്റ്ററാണ്. ആ ഓൾഡ് മാസ്റ്റർ കയ്യിൽ ഒരു കഠാരയുണ്ട്. ആ കഠാരയുമായി പറയുന്ന ചാടി ഉയർന്ന് ആ കഠാര കൊണ്ട് നീല് ആഞ്ഞ് വെട്ടുകയാണ് ആ ഓൾഡ് മാസ്റ്റർ. അതേ സമയത്ത് വലതു ഭാഗത്തുകൂടി ജിയാങ് വെല്ലിൻ ചാടി ഉയർന്ന് തന്റെ വലത് കൈകൊണ്ട് നീലിന്റെ കവിളിൽ ആഞ്ഞിടിക്കുകയാണ്. ഇടതുവശത്തുനിന്നും വലതുവശത്തുനിന്നും ഒരേ സമയത്ത് നീല് ആക്രമിക്കപ്പെട്ട ആ നിമിഷത്തിൽ നീലിനെ
ആ കഠാര കൊണ്ട് വെട്ടിയ ആ മനുഷ്യന്റെ റെസ്റ്റിൽ പിടിച്ച നീല് അയാളെ ഒന്ന് കറക്കിയതും അമ്പരപ്പിക്കുന്ന ഒരു രംഗമുണ്ടായി. ആകാശത്തേക്ക് ചാടി ഉയർന്ന് നീലിന്റെ കവട് ലക്ഷ്യമാക്കി ആഞ്ഞു പഞ്ച് ചെയ്ത ജിയാങ് വെല്ലിൻ ശരിക്കും സ്തംഭിച്ചെങ്ങനെ നിൽക്കുകയാണ്. സംഭവിച്ച കാര്യം അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ അയാളുടെ ഷോൾഡർ അറ്റ് ആ വലത് കൈ താഴെ വീണിരിക്കുകയാണ്. നീലിനെ കഠാര കൊണ്ട് ആഞ്ഞു വെട്ടിയ ആ ആളുടെ റിസ്റ്റിൽ പിടിച്ച നീല് അയാളെ ഒന്ന് കറക്കിയതും ആ കഠാര ജിയാങ് വെല്ലിന്റെ ആ കൈ ആർത്ത് താഴെ ഇട്ടിരിക്കുകയാണ്. ആ കൈ താഴെ കിടന്ന് പിടയ്ക്കുകയാണ്. അതേസമയത്ത് ആ ഓൾഡ് മാസ്റ്റർ കയ്യിൽ നിന്ന് ആ കഠാര താഴേക്ക് വീഴുകയും ചെയ്തു. അയാളും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത ഓൾഡ് മാസ്റ്റർ ജിയാങ് വെല്ലിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങ് രക്ഷപ്പെട്ടോ? ഇവനെ ഞാൻ പിടിച്ചു നിർത്താം. രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ചെറുപ്പക്കാരനെ നേരിട്ടാൽ ആ ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് ആക്രമിച്ചത്. പക്ഷെ ആ ആക്രമണത്തിന്റെ ആദ്യ നിമിഷത്തിനെ അവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. അവർ രണ്ടും ഒരുമിച്ച് വിചാരിച്ചാലും ആ ചെറുപ്പക്കാരനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആകെ ചെയ്യാൻ കഴിയുന്നത് രക്ഷപ്പെടുക എന്നുള്ള പരിപാടി മാത്രമാണ്. രണ്ടുപേർക്കും കൂടി രക്ഷപ്പെടാൻ പറ്റില്ല. ആ ഓൾഡ് മാസ്റ്റർ ആ ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തുന്നതിനിടയിൽ യങ് മാസ്റ്റർ ജിയാങ് വെല്ലിൻ അവിടുന്ന് രക്ഷപ്പെടണം. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓൾഡ് മാസ്റ്റർ ജിയാങ് വെല്ലിനോട് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത്. ജിയാങ് വെല്ലിന് കാര്യം മനസ്സിലായി. അവൻ അടുത്ത നിമിഷം താഴേക്ക് കുനിഞ്ഞ് അവൻ അറ്റു വീണ ആ കൈ എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം. ഓടിപ്പോകുന്ന ജിയാങ് വെല്ലിനെ ഒന്ന് നോക്കിയ നീല് താഴെ കിടന്ന കത്തിയിൽ ഒന്ന് ആഞ്ഞു ചവിട്ടി. നീല് ആ കത്തിയിൽ ആഞ്ഞു ചവിട്ടിയതും ആ കത്തി നീലിന്റെ മുന്നിലേക്ക് അങ്ങനെ പൊങ്ങി വന്നു. ആ പൊങ്ങി വന്ന കത്തിയിൽ ഇടത് കാലുയർത്തി നീൽ ഒരു അറ്റയാടി. ശരിക്കും ഗോൾ പോസ്റ്റ് അകത്തേക്ക് ഒരു ഫുട്ബോൾ അടിച്ചു കയറ്റുന്ന ഒരു ഫുട്ബോൾ കളിക്കാരന്റെ ആ കാൽവിരുത് കൃത്യമായും നീലിന്റെ ആ കിക്കിനകത്ത് ഉണ്ടെന്ന് പറയാം. ആ കത്തിയിലേക്ക് അതിഭംഗിയായി ഒന്ന് കിക്ക് ചെയ്ത നീല് ആ ഓൾഡ് മാസ്റ്റർ നേരെ തിരിയുമ്പോഴേക്കും ഓൾഡ് മാസ്റ്റർ തല ഓട്ടോമാറ്റിക്കായിട്ട് ആ കത്തി പോകുന്ന ദിക്കിലേക്ക് അറിയാതെ എത്തിപ്പോവുകയാണ്. അയാള് തല തിരിച്ചപ്പോഴേക്കും അതിവേഗതയിൽ മുന്നോട്ട് പോഞ്ഞ കത്തി ഓടിപ്പോകുന്ന ആ ജിയാങ് വെല്ലിന്റെ കഴുത്തിലൂടെ കുത്തി ജിയാങ് വെല്ലിനെ താഴേക്ക് തള്ളി. ശരിക്കും മുന്നോട്ട് ഓടിപ്പോകാത്ത ജിയാങ് വെല്ലിന്റെ പിൻകഴുത്തിൽ പതിഞ്ഞ ആ കത്തി അടുത്ത നിമിഷത്തിൽ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുകയാണ്. ആ കത്തി ആ ജിയാങ് വെല്ലിന്റെ കഴുത്തിലൂടെ കൊരുത്ത് തറയിൽ വന്ന് നിൽക്കുകയാണ്. ആ കത്തിയിൽ ജിയാങ് വെല്ലിന്റെ തല തൊട്ടു നിൽക്കുകയാണ്. ബാക്കി ഭാഗം ഏതാണ്ട് ആകാശത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ശരിക്കും ഒരു ജാവലിൻ തറയിലേക്ക് എറിഞ്ഞ് തറപ്പിക്കുമ്പോൾ ആ ജാവലിന്റെ ബാക്കി ഭാഗം ഇങ്ങനെ ആടുപോലെ തറയിൽ തറച്ചിരിക്കുന്ന കത്തിയിൽ കൊരുത്തിരിക്കുന്ന ജിയാങ് വെല്ലിന്റെ കാലുൾപ്പെടെയുള്ള ഭാഗം ഇങ്ങനെ ചലിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് ആ അറ്റുപോയ കൈ താഴേക്ക് വീഴുകയും ചെയ്തു. ശരിക്കും ജിയാങ് വെല്ലിന്റെ ശരീരത്തെ കൂടി ജീവൻ പുറത്തേക്ക് പോകുന്നത് ജിയാങ് വെല്ലിന് തന്നെ അറിയാം. ഈ നിമിഷത്തിലാണ് ആ ഓൾഡ് മാസ്റ്റർ തന്റെ കഴുത്തിൽ ഒരു കൈ പതിച്ചത് മനസ്സിലാക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ കൈ അയാളുടെ കഴുത്ത് പിടിച്ചങ്ങ് തിരിച്ചു. ടക് ടക് ടക്. ആ കഴുത്തും തലയും തമ്മിലുള്ള ബന്ധം അങ്ങ് അറ്റു. ആ ഗ്രാൻഡ് മാസ്റ്റർ ആ നിമിഷം താഴേക്ക് വീണു. നീലിനെ ആക്രമിക്കാൻ വന്ന ആ 3 വ്യക്തികളും താഴേക്ക് അങ്ങനെ വീഴുമ്പോൾ ആ ഇടവഴിയിൽ കുറച്ച് മുന്നോട്ട് മാറി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ശ്വാസം നിലച്ചതുപോലെ ഒരാള് ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ വായ്ക്കകത്തുകൂടി ഇപ്പോ സമീപത്തൂടെ പോകുന്ന സകല ഈച്ചയും കയറും. ആ ശൈലിയിൽ അയാൾ വാ പൊളിച്ച് നിൽക്കുകയാണ്. അയാൾ അവിടേക്ക് നീലിനെ ഫോളോ ചെയ്ത് എത്തിയതാണ്. അയാൾ എത്തിയത് ആ ലേലം നടക്കുന്ന സ്ഥലത്തു നിന്നാണ്. ആ ലേലം നടക്കുന്ന സ്ഥലത്തു നിന്ന് അയാളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് സാക്ഷാൽ ലിൻസിയാണ്. ആ ജി കുടുംബത്തിന്റെ ജിൻസി ലേലം കഴിഞ്ഞതിന് ശേഷം ഓടിയെത്തിയത് ആ നിരീക്ഷണ ക്യാമറകൾ ഇരിക്കുന്ന മുറിയിലേക്കാണ്. CCTV ക്യാമറകളുള്ള ആ മുറിയിലേക്ക് ഓടിയെത്തിയ ജിൻസി കണ്ടത് അവിടെ മരിച്ചു കിടക്കുന്ന 3 സെക്യൂരിറ്റി ഗാർഡുകളെയാണ്. അതോടൊപ്പം ഒരു കാഴ്ച കൂടി അവർ കണ്ടു. അവിടെ ആ വലിയ സ്ക്രീനിൽ ആ വിഷ്വലുകൾ പ്ലേ ചെയ്യുന്ന കാഴ്ചയാണ് ജിൻസി കണ്ടത്. ആ വിഷ്വലുകളിൽ ഒരെണ്ണത്തിൽ ജിൻസിയുടെ മുറിയിലേക്ക് കയറുന്ന സാക്ഷൽ നീൽ ഗ്രിയോ ഉണ്ട്. രണ്ടാമത്തെ വിഷ്വലിൽ നീല് താഴെ ജിൻസിയുമായി സംസാരിക്കുന്നതാണ്. മൂന്നാമത്തത് വീണ്ടും നീല് അവിടേക്ക് വരുന്ന വിഷ്വലാണ്. ആ വിഷ്വലുകൾ ആ സെക്യൂരിറ്റി ഗാർഡുകളെ കൊന്ന ആളുകൾ കണ്ടിരിക്കുന്നു. ആരാണ് ആ വിഷ്വൽ കണ്ടതെന്നും ആരാണ് ആ സെക്യൂരിറ്റി ഗാർഡുകളെ കൊന്നതെന്നും വളരെ വളരെ വ്യക്തമാണ്. അത് ജിയാങ് വെൻലിനാണ്. ജിയാങ് വെൻലിനും അയാളുടെ കൂടെയുള്ള ആളുകളും ഇപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും ജിൻസിക്ക് അറിയാം.
നേരത്തെ അവിടുന്ന് ആ കോൾഡ്രനും അതുപോലെ ആ നെക്ലസും പർച്ചേസ് ചെയ്ത് ആ ചെറുപ്പക്കാരനെ ഫോളോ ചെയ്ത് ആ ജിയാങ് വെല്ലിനും അയാളുടെ കൂടെയുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഇറങ്ങിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ അമൂല്യമായ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഏതൊരു മനുഷ്യനെയും മരണക്കിടക്കയിൽ നിന്ന് പോലും രക്ഷപ്പെടുത്താൻ പര്യാപ്തമായതാണ്. ജിൻസി കയ്യിൽ ഏറ്റുവാങ്ങിയ ആ 5 ഗുളികളും അവളോട് പറഞ്ഞത് അത് തന്നെയാണ്. ആ ഗുളികളുടെ പാറ്റേൺ അവൾ കണ്ടതാണ്. ആ ചെറുപ്പക്കാരൻ ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാനായി ജിൻസി പറഞ്ഞു വിട്ട വ്യക്തിയാണ് ശരിക്കും ഇപ്പോ വാ പൊളിച്ച് ആ ഫീൽഡിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നത്. അയാൾ കണ്ട കാഴ്ചയുടെ അർത്ഥം അയാൾക്ക് കൃത്യമായും മനസ്സിലാവും. കൊല്ലപ്പെട്ടിരിക്കുന്നത് ചെറിയ കക്ഷികളൊന്നുമല്ല. ജിയാങ് കുടുംബത്തിലെ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ കൊല്ലാനായി ആ ചെറുപ്പക്കാരൻ എടുത്തിരിക്കാൻ സാധ്യതയുള്ള സമയം 1-2 മിനിറ്റുകൾ മാത്രമാണ്. ആ യാഥാർത്ഥ്യം ആ ടെറസിന് മുകളിൽ നിൽക്കുന്ന ആ കക്ഷിക്ക് അറിയാം. അയാൾ ആ ഇടവഴിയിലേക്ക് വീണ്ടും സൂക്ഷിച്ചു നോക്കുമ്പോൾ അയാളൊരു ശബ്ദം കേട്ടു. എന്താ നിനക്ക് കാഴ്ച കണ്ട് മതിയായില്ലേ? ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ ജിൻ കിയാൻ കാണുന്നത് സാക്ഷാൽ നീൽ ഗ്രിയാണ്. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ ആ ഇടവഴിയിലേക്ക് നോക്കി. ആ ഇടവഴിയിൽ ആ ശവശരീരങ്ങളുടെ അടുത്ത് നിന്നിരുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ ഇല്ല. അയാളാണ് ഇപ്പൊ ഈ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നത്. അയാൾ എപ്പോ അവിടെ നിന്ന് ഇവിടേക്ക് വന്നു? നേരത്തെ കണ്ട കാഴ്ചയിൽ ഞെട്ടി ആ കാഴ്ചയിലേക്ക് മാത്രം നോക്കി നിന്ന ആ ജിൻ കിയാൻ നീൽ അവിടെ നിന്ന് മൂവ് ചെയ്ത് അറിഞ്ഞിട്ടേ ഇല്ല. നീലിന്റെ ചോദ്യത്തിന്റെ അർത്ഥം വ്യക്തമായും മനസ്സിലായി ജിൻ കിയാൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് താഴെങ്ങ് മുട്ടുകുത്തി. ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും അതെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ മിസ് ജിൻസി പറഞ്ഞിട്ട് വന്നതാണ്. ആ വ്യക്തിയുടെ അടുത്തേക്ക് സാവധാനം നടന്നു വരികയായിരുന്ന നീല് ജിൻസി എന്ന് കേട്ടതും പാതി വഴിയിൽ അങ്ങ് നിന്നു. ജിൻസി എന്തിനാ നിന്നെ അയച്ചത്? മിസ്റ്റർ ഗ്രി ക്ഷമിക്കണം, അവിടെ ലേല ഹാളിന്റെ മുകളിലുള്ള ആ CCTV ക്യാമറകൾ വെക്കുന്ന മുറിയിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡുകൾ 3 പേരുണ്ടായിരുന്നു. ആ 3 പേരെയും കൊന്ന് മിസ്റ്റർ ജിയാങ് വെല്ലിനും അയാളുടെ കൂടെയുള്ള ആളുകളും അവിടെയുള്ള വിഷ്വലിൽ കണ്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. അവര് മിസ്റ്റർ ഗ്രിയെ കണ്ടുവെന്ന് വ്യക്തമാണ്. മിസ്റ്റർ ഗ്രിയെ രക്ഷിക്കാനാണ് മാഡം ജിൻസി എന്നെ പറഞ്ഞു വിട്ടത്. തന്നെ രക്ഷിക്കാനായി ജിൻസി നടത്തിയ ആ ശ്രമം സ്വാഭാവികമായും നീലിന്റെ മനസ്സിൽ നിന്ന് തട്ടി. നീല് ജിൻ ക്യാനോട് പറഞ്ഞു, ആ നമുക്കത് വിടാം, പിന്നെ നീ അവിടെ വൃത്തിയാക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങിയ നീല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് തിരിഞ്ഞ് ജിൻ ക്യാനോട് പറഞ്ഞു, പിന്നെ ജിൻസിയോട് പറയണം മേലാൽ എന്റെ വഴിയിൽ കടക്കരുതെന്ന്. നീലിനെ രക്ഷിക്കാനായിട്ടാണെങ്കിൽ പോലും അവിടേക്ക് ജിൻസി കടന്നു വരണ്ട എന്നാണ് വ്യക്തമായി നീല് കിയാനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് നീല് അതിവേഗം താഴെ ഇറങ്ങി. അല്പസമയം കഴിഞ്ഞതും നീൽ സിയുടെ അടുത്തെത്തി. നീല് ആ ടേബിളിന്റെ മുന്നിൽ വന്നിരുന്നപ്പോഴാണ് സിയ ശരിക്കും നീലിനെ കാണുന്നത്. ഹേയ് നീൽ, എന്താ ഇത്? ഞാൻ എത്ര നേരമായി കോഫി ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ അത് തണുത്ത് കാണും. ഓ സിയ, അതൊന്നും സാരമില്ല. അങ്ങനെ പറഞ്ഞ നീല് അവള് നീലിന് വേണ്ടി ഓർഡർ ചെയ്ത ആ കോഫി കയ്യിലെടുത്തു. നീൽ ആ കോഫി കയ്യിലെടുക്കുമ്പോ സിയ നീലോട് പറഞ്ഞു, നീൽ നീ എന്തായാലും ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും. നീൽ കൂടെയുള്ളതിന്റെ ഈ ടോയ്ലറ്റിൽ പോക്ക് നീ ഡോക്ടറെ കണ്ട് പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് വാങ്ങണം. ഇതത്ര നല്ല ശീലമല്ല. സിയ അങ്ങനെ പറഞ്ഞതും നീല് ഒറ്റ വലിക്ക് ആ കോഫിയും കുടിച്ചു. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റ വലിക്ക് ഒരു വലിയ കപ്പ് നിറയെ കോഫി ഒരാൾ കുടിക്കുന്ന കാണുന്നത്. ഏതാനും സെക്കൻഡ് കൊണ്ട് നീൽ ആ കോഫി കുടിച്ചു എന്ന് പറയാം. നീൽ അത് കുടിച്ചോ? നീ ആ സിയ, നീ വാങ്ങിച്ച കോഫിയല്ലേ, ഞാനെന്തിനാ കളയുന്നത്? നീ കോഫി കുടിച്ചെങ്കിൽ പാ എനിക്ക്. നീൽ എന്താ ധൃതി? സിയ, നമുക്ക് തൽക്കാലം ഇറങ്ങാം. നീലിന്റെ മുഖത്തെ ആ സീരിയസ്നെസ് സ്വാഭാവികമായും സിയെ അവിടെ നിന്ന് എണീപ്പിച്ചു എന്ന് പറയാം. സിയും നീലും കൂടി ആ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തി ഒരു ടാക്സി പിടിച്ചു. ആ ടാക്സിയിൽ സിയും നീലും ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നീല് മൊബൈൽ കയ്യിലെടുത്ത് അതിൽ നിന്ന് ചില മെസ്സേജുകൾ ലിങ്ക്ഡിൻ അയച്ചു. ഇന്നു മുതൽ സോനയെ സംരക്ഷിക്കുന്ന പോലെ സിയും സംരക്ഷിക്കണമെന്നാണ് ആ മെസ്സേജുകളിൽ പ്രധാന നിർദ്ദേശം. അതോടൊപ്പം ജിയാങ് കുടുംബത്തെയും ജിൻ കുടുംബത്തെയും കുറിച്ച് ഒന്ന് തിരക്കാനും ലിങ്കിനോട് നീൽ ആവശ്യപ്പെട്ടു. നീലും സിയും കൂടി ആ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിയാൻ ജിൻസിയെ ഫോണിൽ വിളിച്ചു. മാഡം ജിൻസി, ഞാൻ ഈ 17th റോഡിന്റെ വലത് ഭാഗത്തുള്ള ആ ഇടവഴി നിൽക്കുകയാണ്. മാഡം ജിൻസി, ദയവായി ഇതുവരെ ഒന്ന് വരണം. ശരിക്കും കിയാൻ അത് പറയുമ്പോൾ കിയാന്റെ ശബ്ദത്തിലെ ആ സീരിയസ്നെസ് ജിൻസിക്ക് കൃത്യമായും മനസ്സിലായി. അതിന്റെ ഫലമായി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ജിൻസി ആ 17th സ്ട്രീറ്റിലെ കിയാൻ പറഞ്ഞ ആ ഇടവഴിയിലെത്തി. കിയാൻ അവിടെ കിടക്കുന്ന ആ 3 ഡെഡ് ബോഡികളുടെയും അടുത്ത് നിൽക്കുകയാണ്. കിയാന്റെ അടുത്തേക്ക് എത്തിയ
ലിൻസി ആ കാഴ്ച കണ്ട് എന്തു പറയണമെന്നറിയാതെ ആ ഡെഡ് ബോഡിയിലേക്ക് തന്നെ അങ്ങനെ അറിയാതെ നോക്കി നിന്ന് പോവുകയാണ്. കിയാൻ എന്താ പറ്റിയ, എന്താ സംഭവിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരമായി കിയാൻ അയാൾ കണ്ട കാഴ്ചകൾ അതുപോലെ തന്നെ ജിൻസിയോട് പറഞ്ഞു. കിയാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജിൻസി അറിയാതെ രണ്ട് കൈയും തലയിൽ വെച്ചു പോവുകയാണ്. നീല് വൻ കുഴപ്പത്തിലേക്കാ ചെന്ന് ചാടിയിരിക്കുന്നത്. നീല് കൊതിരിക്കുന്നത് സാക്ഷാൽ ജിയാങ് വെൻലിനെയാണ്. ജിയാങ് കുടുംബത്തിന്റെ അടുത്ത അനന്തര അവകാശിയാണ് ജിയാങ് വെൻലിൻ. ജിയാങ്ങിന്റെ പിതാവ് ഈ ഹക്സിയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ലിസ്റ്റിലുള്ള അതിശക്തനായ ഒരു യോദ്ധാവാണ്. അയാളുടെ മകനെയാണ് കൊന്നിരിക്കുന്നത്. ജിയാങ് കുടുംബം മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബമാണ്. റിവർ സിറ്റിയിൽ ജിൻ കുടുംബത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു മാർഷൽ ആർട്സ് കുടുംബമാണ് ജിയാങ് കുടുംബം. പിന്നെ ഉള്ളത് മെങ് കുടുംബമാണ്. ജിയാങ് കുടുംബത്തിലെ ഈ വെല്ലിന്റെ പിതാവ് ശരിക്കും ശക്തനാണ്. വെല്ലിന്റെ പിതാവ് ജിയാങ് യുനാലി. വെല്ലിന്റെ മരണം പിതാവായ ജിയാങ് യുനാലിയെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുക തന്നെ ചെയ്യും. അയാൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ഈ റിവർ സിറ്റിയെ എടുത്ത് കീഴ്മേൽ മറിക്കും. അക്കാര്യം ജിൻസിക്കറിയാം. അങ്ങനെ തോന്നുന്ന ജിൻസി ആ നിമിഷത്തിൽ അവളുടെ പിതാവിനെ വിളിച്ചു. അവള് നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അവളുടെ പിതാവിന് റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ജിൻസിയുടെ പിതാവ് അവൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. പിതാവിനോട് സംസാരിച്ച ശേഷം ജിൻസി അവിടെ കൂടെയുള്ള കിയാനോടായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ അച്ഛന്റെ നിർദ്ദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞതും ജിൻസി കിയാനോട് പറഞ്ഞു, നമ്മുടെ കുടുംബവുമായി ഒരു തരത്തിലും കണക്ഷൻ ഉണ്ടാവാത്ത രണ്ടാളുകളെ നമുക്ക് ഉടനെ വേണം. അവർ വശം ഈ ഡെഡ് ബോഡികൾ നമുക്ക് ജിയാങ് കുടുംബത്തിൽ എത്തിക്കണം. ഈ ഡെഡ് ബോഡികൾ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന ആളുകളെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും വേണം. ഒരു കാരണവശാലും നമ്മൾക്ക് ഈ മരണവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് ആരും കണ്ടെത്തരുത്. അതുപോലെ നീലിനെയും ആരും കണ്ടെത്തരുത്. നീലിനെ സംരക്ഷിക്കുകയും വേണം. അതേസമയത്ത് ജിൻ കുടുംബത്തിന് നീലുമായി ബന്ധമുള്ള കാര്യം ആരും അറിയാനും പാടില്ല. അതിനും അപ്പുറത്തേക്ക് ആ യങ് മാസ്റ്റർ ജിയാങ് വെല്ലിന്റെ ബോഡി ജിയാങ് കുടുംബത്തിൽ എത്തിക്കുകയും വേണം. അതിവേഗതയിൽ ജിൻ കുടുംബത്തിന്റെ ആ ജിൻസി അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നീലും അതുപോലെ സിയും ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റിൽ മടങ്ങി എത്തിക്കഴിഞ്ഞു. അവർ രണ്ടുപേരും കൂടി ആ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റിന് അകത്തേക്ക് കടക്കുമ്പോൾ സോന അവിടെയുണ്ട്. നീലും സിയും കൂടി ഒന്നിച്ച് ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നിട്ടും സോനയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു സംശയം തോന്നിയില്ല. അവര് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് യാത്ര ചെയ്ത ആളുകളാണ്. പക്ഷെ ഇപ്പതാ ഒന്നിച്ചു വരികയാണ്. എങ്ങനെയോ അവർ റോഡ് വെച്ച് കണ്ടുമുട്ടിക്കാണോ എന്ന് കരുതിയ സോന അതുമായി ബന്ധിപ്പിച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ആ സമയത്താണ് നീലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നത്. സിയും സോനയും കൂടി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ നീല് ഫോണുമായി പുറത്തിറങ്ങി. കോൾ വിളിക്കുന്നത് സാക്ഷാൽ ഷെൻഹാരിയാണ്. മിസ്റ്റർ ഗ്രീ, കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ഡിപ്പാർട്ട്മെന്റിൽ ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉടമയുടെ പേര് പറയണം. ഞാൻ ആരുടെ പേരാ വെക്കേണ്ടത്? ഷെൻഹാരി ആ ചോദ്യം ചോദിച്ചതും നീല് ഹാരിയോട് പറഞ്ഞു, അതിന് സംശയിക്കാൻ എന്തിരിക്കുന്നു, എന്റെ പേര് തന്നെ വെക്കണം. അല്ല മിസ്റ്റർ ഗ്രീയുടെ പേര് വെച്ചാൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനോട് എതിർപ്പുണ്ടായിരുന്ന പഴയ ആളുകളെല്ലാം ഒന്നിച്ച് രംഗത്തിറങ്ങില്ലേ? ഇറങ്ങട്ടെന്ന് അതിനു വേണ്ടിയാ എന്റെ പേര് വെക്കാൻ പറഞ്ഞത്. നീല് വളരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞപ്പോ ഷെൻഹാരി കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ നീലിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ആ പരിപാടിയിലേക്ക് കടക്കാം. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് വിത്തിൻ ഡേയ്സ് ലോഞ്ച് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർ ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി കൊടുക്കുന്ന പേര് സാക്ഷാൽ നീൽ ഗിരിയാണ്. ഗ്രീവ്സ് കുടുംബത്തിൽ നിന്ന് 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ കോയിനിലേക്ക് റിവറിനകത്ത് വീണ് ഒഴുകിപ്പോയ ആ നീൽ ഗ്രീ ഇതാ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പുമായി വീണ്ടും വന്നിരിക്കുന്നു. ആ വാർത്ത പുറത്തു വരുമ്പോൾ ആളുകൾ അത് അങ്ങനെ കാണും. അത് ആരൊക്കെ എതിരാളികളാവും, ആരൊക്കെ അനുകൂലിക്കും, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് സാക്ഷാൽ നീൽ ഗ്രീ എടുത്തിരിക്കുന്നത്. പക്ഷെ നീലിന്റെ പേര് തന്നെ വെക്കണമെന്ന് ഹാരിയോട് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് ഹാരിക്ക് നീലിന്റെ പേര് ഉൾക്കൊള്ളിച്ച് അത് കൊടുക്കാൻ പറ്റും. ഹാരി അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നീല് മുറിക്കകത്തേക്ക് കടക്കുമ്പോൾ അകത്ത് രസകരമായ ഒരു ചർച്ച നടക്കുകയാണ്. നീലിനെ കണ്ടതും സോന നീലിനോട് ചോദിച്ചു, അല്ല നീൽ, ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ സിയുടെ ബർത്ത്ഡേക്ക്. നീല് ബർത്ത്ഡേക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? സോനയുടെ ആ ചോദ്യം കേട്ടപ്പോ സിയുടെ മുഖത്ത് ഒരു വല്ലാത്ത കൗതുകം. നീല് അവൾക്ക് എന്ത് ഗിഫ്റ്റാണ് നൽകാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം അവളുടെ മുഖത്തുണ്ട്. നീല് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ബർത്ത്ഡേയുടെ അന്നല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ആ ഗിഫ്റ്റ് എന്താണെന്ന് അപ്പൊ അറിഞ്ഞാൽ മതി. നീൽ അത് പറഞ്ഞപ്പോ സിയുടെ മുഖം മങ്ങി. നീല് ഇനി നല്ല ഗിഫ്റ്റ് ഒന്നും തരൂലേ? നീല് തനിക്ക് നൽകാൻ പോകുന്ന ഗിഫ്റ്റിനെ കുറിച്ച് അറിയാൻ കൗതുകപൂർവ്വം കാത്തിരുന്ന സിയുടെ മുഖം മങ്ങിയതും നീല് സോനയോട് വെച്ചു, അല്ല സോന, നീ എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോകുന്നു? നീൽ, ഞങ്ങൾ സ്ത്രീകൾ തമ്മിൽ അങ്ങനെ ഒന്നും കൈമാറാറൊന്നുമില്ല. അത് കേട്ടത് സിയ സോനയുടെ പുറകെ ഓടി.
എടി നീ എനിക്ക് സമ്മാനം തരില്ലെന്നാണ് പറയുന്നത്. സിയ സോനെ പിടിക്കാൻ ഓടിയതും സോന ആ ഡൈനിങ് ടേബിളിന്റെ നേരെ ഓടുകയാണ്. ഡൈനിങ് ടേബിളിന്റെ സൈഡിലോട്ട് ഓടി. സിയ സോനയുടെ പുറകെ. ശരിക്കും ആ രണ്ട് സുന്ദരികളും ആ വീടിനകത്ത് പിടികൊടുക്കാനും പിടിക്കാനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുമ്പോൾ അത് കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ചയായി നീലിന് അനുഭവപ്പെടുകയാണ്. നീല് അത് കണ്ട് ചിരിച്ചിരിക്കുമ്പോഴാണ് നീലിന്റെ ഫോണിലേക്ക് ഒരു കോൾ കൂടി വന്നത്. നീല് കോൾ അറ്റൻഡ് ചെയ്തതും മറുഭാഗത്ത് നിന്ന് സിയാന്റെ ശബ്ദം കേട്ടു. മിസ് ഗ്രീ, ഞങ്ങളൊന്ന് സഹായിക്കണം. ഏയ് സിയാൻ, എന്തു പറ്റി? മിസ് ഗ്രീ, ഞങ്ങളുടെ വെർച്വസ് വെരിവോളൻ ഹാളിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ഒരാള് വാങ്ങിയായിരുന്നു. ആ മെഡിസിനൽ പ്ലാന്റ്സ് ഉപയോഗിച്ച് അവരൊന്ന് മരുന്നുണ്ടാക്കി വളരെ പ്രമുഖനായ ഒരു വ്യക്തിക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്ത് വിഷം കയറിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അദ്ദേഹം മരണത്തെ മുഖാമുഖം കാണുകയാണെന്ന് പറയുന്നു. മിസ് ഗ്രീ, എങ്ങനെയും ഞങ്ങൾ രക്ഷിക്കണം, ഇവിടെ ഞങ്ങൾ വളയപ്പെട്ടിരിക്കുകയാണ്. സിയാൻ അത്രയും പറയുമ്പോഴേക്കും അവളുടെ ഫോണ് ആരോ തട്ടിപ്പറിച്ചു എന്ന് വ്യക്തമാകുന്ന ശൈലിയിൽ ആ ഫോണ് തറ വീണ ശബ്ദം നീല് കേട്ടു. സിയാന്റെ കുടുംബം പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് രാവിലെ നീലിനെ ഷെന്റെ കാണാൻ വന്ന ആ നിമിഷത്തിലെ നീലിന് തോന്നിയതാണ്. നീലിനോട് വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കാതെ ഷെന്റെ ആ ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തിട്ട് അതിവേഗം അവിടുന്ന് പോവുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സിയാനെ നീല് കണ്ടപ്പോഴും സിയാന്റെ മുഖത്ത് ഒരു വിളർച്ച ഉണ്ടായിരുന്നു. അവള് വൈകുന്നേരം ടാക്സി പിടിച്ചാണ് അവളുടെ വീട്ടിലേക്ക് പോയത്. അതും സാധാരണ സംഭവിക്കാത്ത കാര്യമാണ്. എന്തൊരു പ്രശ്നം അവൾക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് നീല് തന്റെ നമ്പർ സിയാന് കൊടുത്തത്. നീൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയായി സോനയോടും സിയോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും നീൽ സിയാൻ പറഞ്ഞ ആ വിലാസത്തിലെത്തി. നീൽ ടാക്സി വിട്ടിട്ട് ആ കുടുംബത്തിന്റെ വസതിയിലെത്തിയപ്പോൾ ആ വസതിക്ക് ചുറ്റുമായി ആരൊക്കെയോ കാവൽ നിൽക്കുകയാണ്. ആ കാവൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നീൽ ചെന്നപ്പോൾ അവര് നീലിനെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അകത്ത് കുടുംബത്തിലെ ഷെന്റെ തനിക്ക് കാണുമെന്ന് പറഞ്ഞിട്ടും അവര് നീലിനെ കയറ്റിയില്ല. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ മെഷീൻ ഗണ്ണുകളുമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം അവർക്ക് ആർമിയുമായി കണക്ഷൻ ഉണ്ടെന്ന്. ആർമിയുമായി കണക്ഷനുള്ള ആളുകൾ ആ വീട് വളഞ്ഞിരിക്കുകയാണ്. അവരെ വേണമെങ്കിൽ നീലിന് തോൽപ്പിച്ച് അകത്തേക്ക് കടക്കാം. അത് വേണോ, ഒരു സമവായം വേണോ? അങ്ങനെ ആലോചിച്ച നീല് പെട്ടെന്ന് ആ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫോൺ എടുത്ത് അതിന്ന് ലിവിനെ വിളിച്ചു. ലിവിനെ കണക്ട് ചെയ്യപ്പെട്ടതും ലിവിന നീലിനോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ നീൽ, നിങ്ങളെന്താ ഈ രാത്രി എന്നെ വിളിക്കുന്ന? ഏയ് ലിവിന, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എനിക്കിവിടെ ഈ വെർച്വസ് വെരിവോളൻ ഹാളിലെ കുടുംബത്തിന്റെ വസതിക്കുള്ളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നെ പക്ഷേ കടക്കാൻ സമ്മതിക്കാതെ ചില ആളുകൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിന് മറുപടി ലിബിന പറഞ്ഞു, നീൽ അവിടെ തന്നെ നിൽക്കേ, ഞാൻ ഉടൻ പരിഹാരം ഉണ്ടാക്കാം. അത്രയും പറഞ്ഞിട്ട് ലിബിന ഫോൺ കട്ട് ചെയ്തു. നീല് ഫോൺ പോക്കറ്റിലിട്ടിട്ട് ആ വസതിക്ക് കാവൽ നിൽക്കുന്ന ആർമി യൂണിഫോം ധരിച്ച ആ ഗാർഡുകളെ ഒന്ന് നോക്കി. സകലരും വളരെ വിജിലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ആർമി ഗാർഡുകൾ ആ വീട് വളഞ്ഞു നിൽക്കുന്നതിന്റെ അർത്ഥം നീലിന് മനസ്സിലാകുന്നുണ്ട്. നേരത്തെ സിയാൻ പറഞ്ഞ കഥയുമായി കണക്ട് ചെയ്താണെങ്കിൽ ആ മെഡിസിനൽ ഹെർബ്സ് വാങ്ങിക്കൊണ്ടു പോയിരിക്കുന്ന ആളുകൾ അത് വാങ്ങിച്ചത് ഈ ആർമിയുമായി ബന്ധപ്പെട്ട ആർക്കോ ആണ്. ചിലപ്പോൾ വളരെ ഉയർന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന് വേണ്ടി മരുന്ന് ഉണ്ടാക്കാനായിരിക്കും ഇവിടെ നിന്ന് ആ മെഡിസിനൽ ഹെർബ്സ് അവർ വാങ്ങിച്ചിട്ടുണ്ടാകും. നീല് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു വാഹനം എത്തി. വാഹനത്തിൽ പുറത്തിറങ്ങിയത് റിവർ സിറ്റിയിലെ അസിസ്റ്റന്റ് പോലീസ് ചീഫാണ്. ലിബിനയുടെ തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന ആളാണ്. അയാള് അതിവേഗം നീലിന്റെ അടുത്തെത്തി. മിസ്റ്റർ നീൽ, ഞാൻ താമസിച്ചില്ലല്ലോ? ഇല്ല, മിസ് ലിബിന എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വാ. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ കൂടുതൽ ചോദിക്കാനും നിൽക്കാതെ നീലുമായി ആ ബിൽഡിങ്ങിന്റെ മുന്നിലെത്തി. അവിടെ അവരെത്തിയതും ആ ഗാർഡുകൾ വീണ്ടും അവരെ തടുത്തെങ്കിലും ആ അസിസ്റ്റന്റ് പോലീസ് ചീഫ് അയാളുടെ ID കാർഡ് കാണിച്ചതും അവർക്ക് രണ്ടുപേർക്കും വീടിനുള്ളിലേക്ക് പ്രവേശനം ലഭിച്ചു. നീലും ആ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ആ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് നീല് ആ കാഴ്ച കാണുന്നത്. ആ വീടിലെ പ്രധാന ഹാളിനുള്ളിൽ അനവധി തോക്കുധാരികളുണ്ട്. അവരുടെ തോക്കുകളൊക്കെയും നടുക്ക് ആ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന ആ വീട്ടിലെ ആളുകളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. നീലും ആ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി അകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ സിയാൻ നീലിനെ കണ്ടു. സിയാൻ നീലിനെ കണ്ടതും ഉറക്കെ വിളിച്ചു പോകണം, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ എത്തിയോ? അവളുടെ ആ ശബ്ദത്തിൽ എല്ലാം ഉണ്ട്. അവളുടെ സകല പ്രതീക്ഷയും ഇപ്പോ നീലിലാണ്. അവളുടെ മുത്തച്ഛനും അവളുടെ അച്ഛനും അമ്മയും അവളും ഉൾപ്പെടെ സകലരും ഒരൊറ്റ കാര്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെല്ലാവരും ആ നിമിഷം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകേണ്ടി വരുമെന്ന് അവർക്കറിയാം. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിക്കാൻ കഴിയുന്ന ഏക വ്യക്തി നീലാണെന്നുള്ള ഒരു വിശ്വാസം സിയാന് ഇപ്പോൾ ഉണ്ട്. ശരിക്കും ആ ലേല ഹാളിന് പുറത്തു വെച്ച്
അവൾ കണ്ട ആ കാഴ്ചകൾ അത് അവളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. സിയന്റെ മുഖത്ത് നീലിനെ കണ്ട സന്തോഷം അങ്ങനെ ഇരിച്ചു വരുമ്പോഴേക്കും നീല് അവരുടെ അടുത്തേക്ക് എത്തി ഷിൻഡിന്റെ അടുത്തിരുന്നു. ഷിൻഡെ നീലിനെ കണ്ടതും നീലിനോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ എന്തിനാ വന്നത്? ഏയ് ഓൾഡ് മാൻ ഷൂ, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എനിക്കൊരു അവസരം വാങ്ങിത്ത ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളെ ഞാൻ ചികിത്സിക്കാം. നീല് ഈ വാചകം പറയുന്നത് അവിടെ കൂടി നിൽക്കുന്ന ആ ആർമി ഉദ്യോഗസ്ഥരും അതുപോലെ ആ സോഫയിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. നീല് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഷിൻഡയ്ക്ക് വല്ലാത്തൊരു അതിശയം. നീല് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഷിൻഡയ്ക്ക് അറിയാം. അതിനും അപ്പുറത്ത് നീലൊരു ആൽക്കമിസ്റ്റുമാണ്. നീല് നേരത്തെ ആ വെസ്റ്റ്യൂസ് ബെനിവോളൻ ഹാളിൽ നിന്ന് വാങ്ങിയ ആ മെഡിസിനൽ ഹെർബ്സ് എല്ലാം തന്നെ മാർഷൽ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവയാണ്. അതിന് അസുഖങ്ങളും ചികിത്സയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആ കാര്യം ഈ ബിസിനസ്സിൽ സജീവമായി നിൽക്കുന്ന ഷൂ ഷിൻഡയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നീല് ഒരാൾ ചികിത്സിക്കാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ഷിൻഡയ്ക്ക് ഒരു മടി. ഷിൻഡെ നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. അദ്ദേഹം വളരെ ഉയർന്ന ഉദ്യോഗത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങളുടെ ഈ ഷൂ കുടുംബം ഉണ്ടാകില്ല. അങ്ങനെ ഷിൻഡെ പറഞ്ഞതും നീല് ഷിൻഡയോട് പറഞ്ഞു, മിസ്റ്റർ ഷൂ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യനെ ചികിത്സിക്കാം. അങ്ങനെ നീല് പറഞ്ഞതും അവരുടെ നേരെ എതിർവശത്തിരിക്കുന്ന സിയന്റെ അമ്മ ഉറക്കെ പറഞ്ഞു, ഏയ് മീശ മുളയ്ക്കാത്ത ചെറുക്ക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ. ഞങ്ങള് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? സിയാന്റെ അമ്മയുടെ ആ ഡയലോഗ് സിയാനെ ശരിക്കും ചൊടിപ്പിച്ചു. അവള് അമ്മയോട് പറഞ്ഞു, അമ്മ 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 അങ്ങനെയൊന്നും പറയരുത്, മിസ്റ്റർ ഗ്രീ ഞാനാ വിളിച്ചു വരുത്തിയത്. അതിന് മറുപടിയായി സിയാന്റെ പിതാവ് പറഞ്ഞു, ഏയ് സിയാൻ, ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുകയാണ്, അതിനിടയിലാണോ തമാശ കാണിക്കുന്നത്? ഏയ് മിസ്റ്റർ ഗ്രീ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ നിങ്ങൾ പോകാൻ നോക്ക്. വളരെ റഫായിട്ട് സിയാന്റെ പിതാവ് അങ്ങനെ പറയുമ്പോൾ അയാളുടെ ഭാര്യ കുറച്ചുകൂടി കടുപ്പിച്ച് നീലിനോട് പറഞ്ഞു, ഏയ് ചെറുക്ക, ആവശ്യത്തിന് രോമം പോലും നിനക്ക് കിളിർത്തു തുടങ്ങിയിട്ടില്ല, അതിനിടയിലാണോ ഇത്രയും പറ്റിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ആ ലേഡി ആ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നീലിന്റെ അടുത്തിരിക്കാന്ന് ഷിൻഡെ ചാടി എണീക്കുകയും ആ ലേഡിയുടെ അടുത്തെത്തുകയും അവളുടെ കവള് നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. ഷിൻഡെ അടിച്ചത് സ്വന്തം മകന്റെ ഭാര്യയാണ്. ശരിക്കും ആ അടിയുടെ ശബ്ദം ആ ഹാളിൽ വല്ലാതെ മുഴങ്ങുകയാണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ ആർമി ഉദ്യോഗസ്ഥരും ഈ രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷിൻഡെ ആ അടിയേറ്റ സ്ത്രീയോടായി പറഞ്ഞു, മാപ്പോറെ, മിസ്റ്റർ ഗ്രീയോട് മാപ്പോറെ. അവളുടെ അച്ഛന്റെ അവളുടെ ഹസ്ബൻഡിന്റെ പിതാവിനെ അവളെ എത്രയോ നാളുകളായി കാണുന്നതാണ്. ഇത്രയും ദേഷ്യത്തിൽ മിസ്റ്റർ ഷൂ ഷിൻഡെ ആദ്യമായിട്ടാണ് ആ സ്ത്രീ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവള് രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ നീലോട് പറഞ്ഞു, സോറി ക്ഷമിക്കണം, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. നീല് ആ സ്ത്രീയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഷിൻഡയോട് പറഞ്ഞു, മിസ്റ്റർ ഷിൻഡെ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? നീൽ അങ്ങനെ ചോദിച്ചതും സിയന്റെ പിതാവ് നീലിനോട് പറഞ്ഞു, ഏയ് ഇവിടെ നിന്നെ വിശ്വസിക്കണോ വേണ്ടയോ എന്നല്ല വിഷയം. നീ കാരണം ഈ വിഷയം കൂടുതൽ പ്രശ്നമാകാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നീൽ ആ വിഷയത്തിൽ ഇടപെട്ടാൽ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുമെന്നൊരു വിശ്വാസം സിയന്റെ പിതാവിനുണ്ട്. പക്ഷേ സിയന്റെ പിതാവ് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതും ഷിൻഡെ കൈ ഉയർത്തി അയാളെ തടുത്തു. അതിനുശേഷം ഷിൻഡെ നീലിന് നേരെ തിരിഞ്ഞു, എനിക്ക് മിസ്റ്റർ ഗ്രിയെ വിശ്വാസമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? മിസ്റ്റർ ഷിൻഡെ, എന്നെ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നീല് അങ്ങനെ തീർത്തു പറഞ്ഞതും ആ കുടുംബത്തെ ആ ആർമി ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്രകാരം അതിവേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. നീലും ഷൂ ഷിൻഡെയും സിയാനും സിയാന്റെ മാതാവും പിതാവും കുറെ ആർമി ഉദ്യോഗസ്ഥരുമായി ഒരു വലിയ വ്യൂഹമാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രിയിൽ അവരെത്തുമ്പോൾ അവിടെ ഒരു ICU യൂണിറ്റിന് മുന്നിൽ പട്ടാള യൂണിഫോമിൽ അനവധി ആളുകൾ നിൽക്കുകയാണ്. ആ പട്ടാള യൂണിഫോമിൽ നിൽക്കുന്ന ആളുകളുടെ മുന്നിലായി രണ്ട് കൈയും പുറകിൽ കെട്ടി ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം ഒരു 35-40 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ് അവിടെ നിൽക്കുന്നത്. അയാളുടെ യൂണിഫോമിന്റെ ഇരുഭാഗത്തുമായി അയാൾ സൈന്യത്തിൽ ഉന്നത ഉദ്യോഗം വഹിക്കുന്ന ആളാണെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ അങ്ങനെ തൂങ്ങി നിൽപ്പുണ്ട്. അയാള് രണ്ട് കൈയും പുറകെ കെട്ടിയിരിക്കുകയാണെങ്കിലും വല്ലാതെ അക്ഷമയോടെ ആ ICU യൂണിറ്റിനകത്തേക്ക് നോക്കുന്ന ഗ്ലാസിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഷൂ ഷിൻഡെയും ടീമും അവിടേക്ക് നടന്നു വരുന്ന ശബ്ദം അയാൾ കേട്ടത്. അയാള് ആ കോറിഡോറിലേക്ക് നോക്കുമ്പോൾ ആദ്യം കണ്ടത് ഷൂ ഷിൻഡെയാണ്. ഷൂ ഷിൻഡെ കണ്ടതും അവരുടെ അടുത്തേക്ക് നടന്ന ആ മനുഷ്യൻ ഷൂ ഷിൻഡെയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അലർച്ച. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് നീ ഇപ്പോ എന്റെ മുന്നിലേക്ക് വന്നത്? ഷൂ ഷിൻഡെയേക്കാൾ ഒരു 10-20 വയസ്സ്
പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ആ അലർന്ന ആർമി ഉദ്യോഗസ്ഥൻ. അതിന് മറുപടിയായി ഷൂഷിന്റെ പറഞ്ഞു, ക്ഷമിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ടുവന്നതാണ്. ഏയ്, നിന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചത് അബദ്ധമായി പോയി എന്ന് ഞങ്ങൾ കരുതുമ്പോഴാണോ അടുത്ത പറ്റിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? നോക്കേ, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീയും നിന്റെ കുടുംബവും എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. അങ്ങനെ ആ ആർമി ജനറൽ പറയുമ്പോഴേക്കും അവിടെ ആ ICU യൂണിറ്റിന്റെ ഡോറ് തുറക്കുന്ന ശബ്ദം അവർ കേട്ടു. പുറത്തേക്ക് ഇറങ്ങി വന്നത് 2 ഡോക്ടർമാരാണ്. അവര് പുറത്തേക്ക് ഇറങ്ങിയോടെ തന്നെ ആ ആർമി ജനറൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. എല്ലാ ഭാഗത്തുനിന്ന് ആളുകൾ ആ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ, എന്തായി എന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ആ ആർമി ജനറലിന്റെ ചോദ്യത്തിന് ഉത്തരമായി ആ ഡോക്ടർമാരിൽ സീനിയറായ ആള് പറഞ്ഞു, മിസ്റ്റർ ജനറൽ, ക്ഷമിക്കണം, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തെയാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ജനറൽ ആണെങ്കിലും അയാള് ആത്യന്തികമായി അകത്ത് കിടക്കുന്ന ആ മനുഷ്യന്റെ മകനാണ്. തന്റെ അച്ഛൻ വളരെ സീരിയസ് ആണെന്ന് ആ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ആ ജനറൽ ശരിക്കും ഒന്ന് പതറി. അയാൾ അറിയാതെ ഡോക്ടർ ഒന്ന് പിടിച്ചു പോവുകയാണ്. ആ ജനറലിന്റെ കരുത്ത് ആ നിമിഷം ഡോക്ടർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ശരിക്കും ഒന്ന് ഭയന്നു പോയെങ്കിലും ഡോക്ടർ ജനറലോട് പറഞ്ഞു, ജനറൽ പ്ലീസ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. അങ്ങനെ ജനറലോട് ആ ഡോക്ടർ ഒരിക്കൽ കൂടി പറഞ്ഞതും ജനറലിന്റെ കണ്ണുകൾ ഷൂഷന്റെക്കും ടീമിനും നേരെ തിരിഞ്ഞു. നോക്കേ, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത്രയും അയാൾ പറയുമ്പോൾ പെട്ടെന്നാണ് എന്തോ ഒന്ന് മറയും പോലെ ആ ജനറലിന്റെ കണ്ണുകളിൽ പതിയുന്നത്. അയാൾ അമ്പരപ്പോടെ അയാളുടെ കൺമുന്നിലൂടെ കടന്നുപോയ സംഭവത്തെ ഫോളോ ചെയ്യുമ്പോൾ ആ ICU യൂണിറ്റിനകത്തേക്ക് ആരോ കയറിയതുപോലെ അയാൾക്ക് തോന്നി. ശരിക്കും ആ ഡോക്ടേഴ്സിനോട് അവരിങ്ങനെ സംസാരിക്കുന്നിടയിൽ ആരോ ഒരാൾ ICU യൂണിറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ICU യൂണിറ്റിൽ ഇപ്പോൾ ഒരേ ഒരു രോഗിയേ ഉള്ളൂ. അത് ആ ജനറലിന്റെ പിതാവാണ്. അതറിയാവുന്ന ആ ജനറൽ അടുത്ത നിമിഷം ആ ICU യൂണിറ്റിനെ വാതിൽ നേരെ ഓടിയെത്തി. ആരാ കയറിയത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ ഓടി വന്ന അയാൾ ആ ICU യൂണിറ്റിന്റെ വാതിൽ അങ്ങ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതില് തുറക്കാൻ പറ്റുന്നില്ല. അയാൾ 2 കൈ കൊണ്ട് വാതിൽ പ്രസ് ചെയ്തു. വാതില് അനങ്ങുന്നില്ല. അത് കണ്ടതും ആ ഡോക്ടേഴ്സ് ഓടി വന്ന് ആ വാതിൽ പിടിച്ചു. അവർ പിടിച്ചിട്ടും വാതിൽ അനങ്ങുന്നില്ല. അകത്തേക്ക് കടന്നിരിക്കുന്നത് നീലാണ്. നീല് അകത്തേക്ക് പാഞ്ഞു പോകുന്നത് സിയാനും ഷിൻഡയും കണ്ടിരുന്നു. ബാക്കി ആരുടെയും ശ്രദ്ധയിൽ ആ സമയത്ത് നീല് പെട്ടിരുന്നില്ല. നീലിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് സിയാന്റെ മാതാവും പിതാവും നീലിനെ കാര്യമായി കണ്ടിരുന്നുമില്ല. അവരുടെ ആ മൈൻഡ് സെറ്റ് തന്നെയാണ് അവർക്കൊപ്പം എത്തിയ ബാക്കി ആർമി ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നത്. ഇവിടെ ജനറലും ആ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള ആരും നീലിനെ നോക്കിയതുമില്ല. ജനറൽ ഷിൻഡയെ ഒന്ന് നോക്കി. നിന്റെ കൂടെ വന്ന ആരെങ്കിലും ആണോ അകത്ത് കയറിയത്? അതെ, എന്റെ കൂടെ വന്ന ആളാ അകത്ത് പോയത്. അദ്ദേഹം നിങ്ങളുടെ അച്ഛനെ രക്ഷപ്പെടുത്തും. എവിടെ നിന്നോ വന്ന ഒരു ധൈര്യം അത് പറയുമ്പോൾ ഷിൻഡയ്ക്ക് ഉണ്ടായിരുന്നു. തന്റെ അച്ഛനെ അകത്തേക്ക് പോയ ആള് രക്ഷപ്പെടുത്തുമെന്ന് ഷിൻഡെ പറഞ്ഞത് കേട്ടപ്പോ ഈ ജനറലുടെ മുഖത്ത് ശരിക്കും ദേഷ്യം ഇരച്ചു കയറുന്ന ജനറലുടെ കൈയും കാലൊക്കെ വിറയ്ക്കുകയാണ്. കൈ ഉയർത്തി ആ മുന്നിൽ നിൽക്കുന്ന ആ പ്രായമുള്ള മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് യഥാർത്ഥ ജനറൽ. പക്ഷെ അയാൾ നിൽക്കുന്നത് അയാളുടെ അച്ഛൻ കിടക്കുന്ന ആ ആശുപത്രി ബെഡിന്റെ പുറത്താണ്. അതുകൊണ്ട് മാത്രം ജനറൽ തനിക്കുണ്ടായ ആ ദേഷ്യത്തെ പിടിച്ചമർത്തിയിട്ട് ഒന്ന് അവിടെ ഇവിടേക്ക് നോക്കിയിട്ട് ഷിൻഡയോട് പറഞ്ഞു, ഞാൻ 10 മിനിറ്റ് സമയം ഞാൻ 10 മിനിറ്റ് സമയം അകത്ത് പോയിന് കൊടുക്കും. ഈ 10 മിനിറ്റിനകത്ത് അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ വാതിലങ്ങ് പൊളിക്കും. ശരിക്കും ഗണ്ണുകളുമായിട്ടാണ് അവിടെ ആളുകൾ കാവൽ നിൽക്കുന്നത്. അവർ വിചാരിച്ചാൽ ആ ICU യൂണിറ്റിന്റെ ആ ഗ്ലാസുകൾ വെടിവെച്ച് തകർക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പറഞ്ഞ ജനറൽ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആ കോർണറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. ഈ സമയത്ത് അകത്തുള്ള ആ രോഗിയുടെ അടുത്ത് സാക്ഷാൽ നീൽഗിരി എത്തിയിട്ടുണ്ട്. നീല് അവിടെ കിടക്കുന്ന ആളെ ഒന്ന് നോക്കി. അയാളെ നോക്കി നീല് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ദൈവമേ, ഞാൻ അല്പം കൂടി ലേറ്റ് ആയെങ്കിൽ ഇയാള് അവസാനിച്ചിനെ. അയാളുടെ ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ട്. ആ കാര്യം ഒറ്റ നോട്ടത്തിൽ നീലിന് വ്യക്തമാവുകയും ചെയ്തു. അത് മനസ്സിലായി നീല് പെട്ടെന്ന് പോക്കറ്റിനകത്ത് തിരഞ്ഞ് ഒരു ഗുളിക എടുത്തിട്ട് ആ ഗുളിക ആ മനുഷ്യന്റെ ബലമായി തുറന്ന് വായ്ക്കകത്തേക്ക് വെച്ചു. അതിനുശേഷം നീലിന്റെ കയ്യിലൂടെ ഇന്റേണൽ എനർജി ആ വായ്ക്കകത്തേക്ക് സാവധാനം ചാനലൈസ് ചെയ്തു. ശരിക്കും ഒരു മാജിക് കെയറിന്റെ കൈവിരുതോടുകൂടി ആ വായ്ക്കകത്ത് വെച്ച ഗുളിയെ നീല് ആ വായിൽ നിന്ന് തൊണ്ടയിലൂടെ പതുക്കെ
ആ മനുഷ്യനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. നീലിന്റെ കൈ പുറത്താണെങ്കിലും നീലിന്റെ കൈ ചലിക്കുന്നതനുസരിച്ച് ആ ഗുളിക പതുക്കെ സാവധാനം വയറിനകത്തേക്ക് വരികയാണ്. ആ ഗുളിക തൽക്കാലം ആ മനുഷ്യന് ഒരു ആശ്വാസം നൽകുമെന്ന് നീലിന് അറിയാം. ആ ഗുളിക ശരീരത്തിനുള്ളിലേക്ക് കടന്നതും നീല് തന്റെ വലത് കൈ ആ മനുഷ്യന്റെ നെറ്റിയിലേക്ക് വെച്ചു. ആ നെറ്റിയിൽ നിന്ന് തുടങ്ങി മുഖത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരു കരിവാളിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ കരിവാളിപ്പ് ബോഡിയുടെ എല്ലാ ഭാഗത്തും ഇപ്പൊ കാണാം. വിഷം ഏതാണ്ട് പൂർണ്ണമായും ആ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞു. നീല് നെറ്റിയിലേക്ക് കൈ വെച്ചതിന് ശേഷം ആ കൈയിലൂടെ ഒരു ചൂട് സാവധാനം ആ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. നീലിന്റെ കൈയിലൂടെ ഒരു എനർജി വൈദ്യുതി പോലെ ആ നെറ്റിലേക്ക് സാവധാനം ആഴ്ന്നിറങ്ങുകയാണ്. നീലൊരു പവർ സോഴ്സ് ആയതുപോലെ നീലിന്റെ കൈയിലൂടെ ആ നെറ്റിയിലേക്ക് വന്ന ആ ചെറിയ ഊർജം ആ നെറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും തുടർന്ന് മുഖത്തേക്കും ദേഹത്തേക്കൊക്കെ പതുക്കെ പതുക്കെ വ്യാപിപ്പിക്കുകയാണ്. ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നീല് ആ ബോഡി മുഴുവൻ ആ ഊർജം വ്യാപിപ്പിക്കുമ്പോൾ വയറിനുള്ളിലെത്തിയ ഗുളിക ലയിച്ചു കഴിഞ്ഞു എന്ന് ആ ബോഡിയുടെ ചലനങ്ങൾ വിളിച്ചു പറയുകയാണ്. അത് രണ്ടും ബോഡിക്ക് ഉള്ളിലും ബോഡിക്ക് പുറത്തും ഒരു ചലനം ആരംഭിച്ചതും നീല് പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് സിൽവർ നീഡിലുകൾ പുറത്തെടുത്തു. ആ നീഡിലുകൾ ഒരു ട്രപ്പീസുകാരന്റെ മെയ് വഴക്കത്തോടുകൂടി അതിവേഗം നീല് പതുക്കെ പതുക്കെ ചലിപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ അക്യുപങ്ചർ പോയിന്റുകളിലെല്ലാം ആ നീഡിലുകൾ വന്ന് തറയ്ക്കുകയാണ്. 36 നീഡിലുകൾ ചെറുതും വലുതുമായ 36 പോയിന്റുകളിലേക്ക് തറപ്പിച്ച നീല് ആ നീഡിലുകളെ സാവധാനം ചലിപ്പിച്ചു തുടങ്ങി. ശരിക്കും ആ നീഡിലുകൾ ചലിക്കുന്ന ആ സംഭവം സാധാരണഗതിയിൽ ഈ അക്യുപങ്ചർ ചികിത്സ നടത്തുന്ന ഒരാൾ കണ്ടാൽ വിശ്വസിക്കത്തില്ല. ഇവിടെ നീലിന്റെ ബോഡിയിലെ ഇന്റേണൽ എനർജി ആ സൂചികളിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന നീല് അതുപയോഗിച്ച് ആ സൂചികൾ ചലിപ്പിക്കുന്നതാണ്. ആ സൂചികൾ പതുക്കെ പതുക്കെ ചലിച്ചു തുടങ്ങിയതും നീല് ആ ബോഡിയിലേക്ക് നേരത്തെ കൊടുത്ത ആ ഊർജവും ആ സൂചിയും വയറിനുള്ളിലേക്ക് കടന്ന ആ ഗുളിക ഉണ്ടാക്കിയ ആ ഊർജ വിസ്ഫോടനവും ഒരുമിച്ച് ഒരു പ്രവർത്തനം ആ ബോഡിയിൽ നടത്തി തുടങ്ങിയാണ്. ഈ സമയത്ത് നീല് തന്റെ രണ്ട് കൈയും ആ മനുഷ്യന്റെ വയറിന്റെ ഇരുഭാഗത്തുമായി ചേർത്ത് പിടിച്ചു. ഈ സമയത്ത് നേരത്തെ ആ ബോഡിയിലേക്ക് നീല് കൊടുത്ത ആ വൈദ്യുത പ്രവാഹം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചു. ഇപ്പൊ ചലിക്കുന്നത് ആ നീഡിലുകൾ മാത്രമാണ്. ആ നീഡിലുകൾ ഇല്ലാത്ത പോയിന്റുകളാണ് ഇപ്പോൾ നീല് രണ്ട് കൈ കൊണ്ട് അമർത്തി പിടിച്ചിരിക്കുന്നത്. നീലിന്റെ കൈയിലൂടെ ഒരു പ്രകാശം ആ ബോഡിയിലേക്ക് വീണു തുടങ്ങിയ ആ നിമിഷത്തിൽ ആ മനുഷ്യൻ പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു. അടുത്ത നിമിഷം അയാൾ ഛർദ്ദിക്കുകയും ചെയ്തു. അതേ സമയത്ത് ആ 36 നീഡിലുകൾ കുത്തിയിരിക്കുന്ന പോയിന്റിൽ നിന്നും കുറേശ്ശെ കറുത്ത രക്തം പുറത്തേക്ക് വരികയാണ്. ആ രക്തം ആ നീഡിലിൽ കുത്തിയിരിക്കുന്ന പോയിന്റിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കറുത്ത നിറത്തിലെ രക്തം. 1-2 തവണ കൂടി ആ മനുഷ്യൻ ചെറുതായി ഛർദ്ദിച്ചിട്ടും അയാളെ കണ്ണു തുറക്കുന്നില്ല. ശരിക്കും ആ മനുഷ്യൻ മരണത്തിന്റെ അങ്ങേ തലക്കിൽ എത്തിയിരിക്കുകയാണെന്ന് വ്യക്തം. അയാള് 3-ാമത്തെ തവണ ഛർദ്ദിച്ചു കഴിഞ്ഞതും ഈ അക്യുപങ്ചർ നീഡിലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കറുത്ത രക്തത്തിലെ കറുപ്പ് അങ്ങ് മാറി. അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ വിഷാംശവും പുറത്തേക്ക് പോയി എന്ന് വ്യക്തമായതും നീല് ആ നീഡിലുകളെല്ലാം തിരികെ എടുത്തു. ഇപ്പോഴും ആ മനുഷ്യന്റെ കണ്ണുകൾ അടഞ്ഞിടക്കുകയാണ്. ആ മനുഷ്യനൊന്ന് നോക്കിയിട്ട് നീല് ആ നീഡിലുകൾ അടുക്കി പറക്കി പഴയതുപോലെ ഒരു ബണ്ടിലാക്കി നീലിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതിനുശേഷം ആ മനുഷ്യന്റെ കവിളിലൊന്ന് തട്ടിയിട്ട് നീല് അയാളോടായി പറഞ്ഞു, ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധം വീഴും. അങ്ങനെ പറഞ്ഞിട്ട് നീല് തിരിയാൻ പോയതും ആ മനുഷ്യൻ നീലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. ശരിക്കും 3-ാമത്തെ തവണ അയാൾ ശബ്ദിച്ചപ്പോൾ തന്നെ അയാളുടെ ബോധമനസ്സ് അയാളുടെ ബോഡിയിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ആ നീഡിലുകൾ ഒന്നൊന്നായി നീല് പറിച്ച് കളഞ്ഞ ആ നിമിഷത്തിൽ അയാൾ പൂർണ്ണ ബോധത്തിൽ എത്തുകയും ചെയ്തു. അയാള് നീലിന്റെ കൈ പിടിച്ചതും നീലൊന്ന് തിരിഞ്ഞു. നീലിന്റെ കൈ പിടിച്ച ആ മനുഷ്യൻ നീലിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നീല് അയാളുടെ ബോഡിയിലും തട്ടിയിട്ട് അയാളോട് പറഞ്ഞു, എന്റെ പേര് നീൽ ഗ്രീൻ എന്നാണ്. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ബോഡിയിൽ വിഷം കലർന്നിട്ട് 2 മാസത്തിലേറെയായി. ആ വിഷം കലർന്നിരിക്കാൻ സാധ്യത നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് വിഷം കയറിയിരിക്കുന്നു. കൂടുതലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നീല് അവിടെ നിന്ന് നടക്കുകയും ചെയ്തു. നീല് പറഞ്ഞ ആ ഡയലോഗിനെ കുറിച്ച് ആ പ്രായമുള്ള മനുഷ്യൻ ആലോചിക്കുമ്പോഴേക്കും നീല് ഐസിയുവിന്റെ വാതിൽ തുറന്ന് പുറത്ത് എത്തിക്കഴിഞ്ഞു. നീല് അകത്തേക്ക് പോയിട്ട് അപ്പോഴേക്കും 8 മിനിറ്റ് ആയിട്ടുള്ളൂ. നീല് പുറത്തേക്ക് വരുന്നത് ആ ജനറലാണ് ആദ്യം കണ്ടത്. ജനറൽ ഓടി നീലിന്റെ അടുത്തേക്ക് വന്നു. നിന്നെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു, നീ എന്റെ അച്ഛനെ എന്ത് ചെയ്യാൻ പോയടാ? നീലിനോട് അത് പറഞ്ഞിട്ട് മറ്റ് RBI ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു, ഇവനെ വിടരുത്, ഞാൻ അകത്ത് കയറട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ RBI ജനറൽ
ICU യൂണിറ്റിന് വാതിൽ നേരെ നടക്കുമ്പോഴേക്കും ആ വാതില് മലർക്കെ തുറക്കപ്പെട്ടു. വാതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് നേരത്തെ കിടക്കയിൽ നമ്മൾ കണ്ട ആ പ്രായമുള്ള മനുഷ്യനാണ്. ആ പ്രായമുള്ള മനുഷ്യനെ കണ്ടതും ജനറലും അവിടെ ഉണ്ടാകുന്ന ഡോക്ടേഴ്സും ഷിൻഡെ ഉൾപ്പെടെ സകല ആളുകളും ഞെട്ടലോടെ ആ കാഴ്ചയിലേക്ക് നോക്കി പോവുകയാണ്. ശരിക്കും ആ ഡോക്ടേഴ്സിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 10 മിനിറ്റുകൾക്ക് മുമ്പ് മരണത്തെ മുഖാമുഖം കണ്ട ആ വ്യക്തിയെ നോക്കിയതിനു ശേഷമാണ് അവർ രണ്ടും പുറത്തേക്ക് ഇറങ്ങിയത്. ഏകദേശം ഒരു 10 മിനിറ്റുകൾക്ക് മുമ്പ് അവർ ആ രോഗിയുടെ അടുത്തുണ്ടായിരുന്നു. ആ സമയത്ത് ആ മനുഷ്യനും മരണവും തമ്മിലുള്ള അകലം ഒരു നേർത്ത നാരിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാനും മിനിറ്റുകൾക്കകം ആ മനുഷ്യൻ മരണം വരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് അവർ രണ്ടും പുറത്തേക്ക് വന്നത്. ഇപ്പൊ ഇതാ അവര് കാണുന്ന കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്തംഭിച്ചു നിൽക്കുന്ന ആ ജനറൽ പെട്ടെന്ന് ഓടി അവന്റെ പിതാവിന്റെ അടുത്ത് വന്നു. അച്ഛ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എന്താടാ, ഞാൻ മരിക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? അതല്ല അച്ഛ, ഞാൻ അങ്ങനെ ആ ജനറൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുമ്പോ ആ മനുഷ്യൻ ജനറലോട് പറഞ്ഞു, ഇടാ, ആ ഷിൻഡെ നൽകിയ മരുന്ന് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നീ തടവിൽ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ വിട്ടേക്ക്. അത് കേട്ടതും ജനറൽ അയാളുടെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം ഷിൻഡെയും ടീമും തികച്ചും സ്വതന്ത്രരാക്കപ്പെട്ടു. അവര് സ്വതന്ത്രരായി എന്ന് മനസ്സിലായപ്പോൾ അവർക്കുണ്ടായ ആശ്വാസത്തിന് അതിരുകളില്ല. സകലർക്കും ഇപ്പോഴും മനസ്സിലാകാത്തത് ഈ പ്രായമുള്ള മനുഷ്യൻ എങ്ങനെ എണീറ്റ് നടന്നു എന്നാണ്. അതിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ സമയത്താണ് ആ പ്രായമുള്ള മനുഷ്യൻ അവിടെ നിൽക്കുന്ന ആളുകളേക്ക് നോക്കുന്നത്. എവിടെയാ ചെറുപ്പക്കാരൻ? ആരെയാ നോക്കുന്നത്? എന്റെ അടുത്തേക്ക് വന്ന ആ നീൽഗിരി, അയാൾ എവിടെ? അതിന് മറുപടി പറഞ്ഞത് ഷൂ ഷിൻഡെയാണ്. സർ ക്ഷമിക്കണം, നീല് പോയി കഴിഞ്ഞു. അങ്ങനെ ഷൂ ഷിൻഡെ പറഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഇതുപോലെ പ്രഗത്ഭനായ ഒരാള് ഇവിടെ ഈ റിവർ സിറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എന്നെ മരണത്തിന്റെ പടിയിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ തിരിച്ചു പിടിച്ചത്. അയാള് എന്തൊരു മിടുക്കനാണ്. ശരിക്കും മിറാക്കിൾ ഡോക്ടർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഇന്ന് കണ്ണുകൊണ്ട് അത് കണ്ടു. മിറാക്കിൾ ഡോക്ടർ എന്നൊക്കെ ആളുകൾ പറയും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഡോക്ടർമാരെന്ന്. അത്തരത്തിലൊരാളെ ജീവിതത്തിൽ ആദ്യമായി ആ പ്രായമുള്ള മനുഷ്യൻ കാണുകയാണ്. ആ പ്രായമുള്ള മനുഷ്യൻ ഹക്സിയയിൽ ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ഗവൺമെന്റ് വിങ്ങിന്റെ തലപ്പത്ത് ഇതുവരെ ഇരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം റിട്ടയർഡ് ആണ്. പക്ഷേ എന്നാലും ഈ ഹക്സിയയിൽ അദ്ദേഹം വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് തന്നെ ആർമി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ മനുഷ്യന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യും. അയാള് തന്റെ അടുത്തിരിക്കുന്ന മകനോടായി പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഒരു അസറ്റാണ്. നീ എപ്പോഴും ഒരു കണ്ണ് അവൻ വെച്ചിരിക്കണം. അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കുകയും വേണം. ഈ സമയത്ത് ഷിൻഡെയുടെ മകനും മരുമകളും ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. നീലിനെ അവര് ഈ ശൈലിയിൽ കണ്ടിട്ടേയില്ല. സിയാൻ നീലിനെ ഫോൺ വിളിച്ചപ്പോ സിയാനെ വഴക്ക് പറഞ്ഞത് സിയന്റെ പിതാവാണ്. നീൽ വീട്ടിൽ വന്നപ്പോ ആ സാഹചര്യത്തിൽ പോലും നീലിനെ അപമാനിച്ച് സംസാരിച്ചത് സിയന്റെ മാധവാണ്. ഇപ്പോ അവർക്ക് അത് ആലോചിക്കാനേ പറ്റുന്നില്ല. രസകരമായ കേസ്, നീലിനോട് താങ്ക്സ് പറയാനുള്ള അവസരം പോലും നീല് കൊടുത്തില്ല എന്നുള്ളതാണ്. അവിടെ ആശുപത്രിയിൽ നീലിനെ കുറിച്ച് സകലരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീല് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. നീല ആ വീട്ടിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സംഭവം അരങ്ങേറുകയാണ്. അത് സാക്ഷാൽ ജിയാങ് കുടുംബത്തിലാണ്. ജിയാങ് കുടുംബത്തിലെ ആ പ്രധാന ഹാളിൽ ആളുകൾ നിശബ്ദരായി ഒരു കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ ആ ഹാളിൽ എല്ലാവരും കാണത്തക്ക ശൈലിയിൽ 3 ബോഡികൾ കിടപ്പുണ്ട്. അതിലൊന്ന് ആ ജിയാങ് കുടുംബത്തിന്റെ യങ് മാസ്റ്റർ ജിയാങ് വെല്ലിന്റെ ഡെഡ് ബോഡിയാണ്. ആ ഡെഡ് ബോഡിയിലേക്ക് തന്നെ നിശബ്ദനായി നോക്കി നിൽക്കുകയാണ് അവന്റെ പിതാവ് ജിയാങ് യുനാലി. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നില്ല. അയാളുടെ മകനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ മകന്റെ ഇടതുവശത്ത് അവന്റെ മാസ്റ്ററും വലതുവശത്ത് അവന്റെ സുഹൃത്തുമായി കിടക്കുന്നത്. അവർ 3 പേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ആ 3 സംഘം അങ്ങനെ നിശ്ചലായി കിടക്കുന്ന കാഴ്ച ജിയാങ് വെല്ലിന്റെ പിതാവ് നിർനിമേഷനായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിലായി ഒരു വലിയ ടീം തന്നെ നിൽക്കുകയാണ്. സൂചി തറയിൽ വീണാൽ ആ ശബ്ദം എല്ലാവരും കേൾക്കും. അത്ര നിശബ്ദമാണ് ആ ഹോള്. ഏതാനും മിനിറ്റുകൾ നേരം ആ ബോഡിയിലേക്ക് അങ്ങനെ തറച്ച് നോക്കി നിന്ന ജിയാങ് യുനാലി തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ നോക്ക്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് എന്റെ വിഷയമല്ല. എന്റെ മകനെയും അവന്റെ മാസ്റ്ററെയും അവന്റെ ഫ്രണ്ടിനെയും കൊന്നവർ അവരാരാണെങ്കിലും എനിക്ക് അവരെ കാണണം ജീവനോടെ. എന്നെ ഈ കൈകൊണ്ട് വേണം എനിക്ക് അവരെ കൊല ചെയ്യാൻ. ഈ നിമിഷം നിങ്ങൾ അവരെ തേടിയിറങ്ങണം.
അവർ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരങ്ങ് തീർത്തേക്കണം. ഒരാളും നിങ്ങളോട് ചോദിക്കാൻ നിൽക്കില്ല എന്തിന് അത് ചെയ്തു എന്ന്. ഇവിടെ ഈ റിവർ സിറ്റി നിങ്ങൾ കീഴ്മേൽ മറിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ മകന്റെ കൊലയാളിയെ ഇവിടെ കിട്ടുക തന്നെ വേണം. ജിയാങ് യുനാനി അത് പറയുമ്പോൾ അതിനൊരു വല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ട്. അടുത്ത നിമിഷത്തിൽ ആ ജിയാങ് കുടുംബത്തിൽ നിന്ന് അനവധി വാഹനങ്ങൾ ആ വീടിന്റെ പുറത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങിയാണ്. എന്ത് വില കൊടുത്തും അവർക്ക് ജിയാങ്ങിന്റെ കൊലയാളികളെ കണ്ടെത്തിയേ പറ്റൂ. അവിടെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന നീലിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോള് വിളിച്ച ആള് നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, ഞങ്ങൾ ലേല ഹാളിൽ നിന്ന് വിളിക്കുകയാണ്, സാധനങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എവിടെയാണ് കൊണ്ടുവരേണ്ടത്? അതിന് മറുപടിയായി നീല് തോംസൺ റെസിഡൻസിലെ അഡ്രസ്സാണ് പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം നീല് ടാക്സി തോംസൺ റെസിഡൻസിലേക്ക് വിട്ടു. നീല് അവിടെ എത്തി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജിൻ കിയാനും മറ്റൊരാളും ചേർന്ന് ആ സാധനങ്ങൾ അവിടെ എത്തിച്ചു. ആ സാധനങ്ങൾ ഒന്ന് ആ ആൽക്കമിസ്റ്റ് സ്റ്റൗവാണ്, കോൾഡ്രൺ. 100 ഔഷധ സസ്യങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അതിശക്തമായ ഒരു കോൾഡ്രനാണ് ലേലത്തിലൂടെ നീല് പിടിച്ചിരിക്കുന്നത്. അതിനൊപ്പം നീല് കൈമാറ്റം ചെയ്തത് അപൂർണമായ നെക്ലേസ് ആണ്. അത് രണ്ടും നീല് സപ്ലൈ ചെയ്ത് കഴിഞ്ഞതും തന്റെ കൂടെ വന്ന ആളോടായി കിയാൻ പറഞ്ഞു, നീ പുറത്തേക്ക്, ഞാൻ മിസ്റ്റർ ഗ്രീയോട് ഒരു കാര്യം സംസാരിച്ചിട്ട് വരാം. ജിൻ കിയാനൊപ്പം വന്ന ആള് ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതും ജിൻ കിയാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, എന്നോട് മാഡം ജിൻസി ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? മാഡം ഒരു പ്രൈവറ്റ് പ്ലെയിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് പ്ലെയിനോ? അതെ മിസ്റ്റർ ഗ്രീ, താങ്കളെ തേടി ജിയാങ് കുടുംബം ഇറങ്ങിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളെ അവർ കണ്ടുപിടിക്കും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജിൻസി മാഡം താങ്കൾക്ക് പ്രൈവറ്റ് പ്ലെയിൻ അറേഞ്ച് ചെയ്തതാണ്. ഇവിടുന്ന് അധികം ദൂരത്തല്ലാത്ത മറ്റു നഗരത്തിൽ ആവശ്യമായ സംവിധാനങ്ങളും ജിൻസി മാഡം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പോൾ താങ്കൾക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. അത് കേട്ടപ്പോൾ നീല് ഒന്ന് പുഞ്ചിരിച്ചു. മിസ്റ്റർ കിയാൻ, ജിൻസിയോട് എൻ്റെ വക ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. എൻ്റെ കാര്യത്തിൽ കാണിച്ച ഈ താല്പര്യം ഞാൻ മറക്കില്ലെന്നും പറഞ്ഞേക്ക്. പിന്നെ തൽക്കാലം ഞാൻ ഒരിടത്തും പോകുന്നില്ല, താങ്കൾക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് നീല് വാതിൽ നേരെ കൈ ചൂണ്ടുകയും ചെയ്തപ്പോൾ കിയാന് വേറെ ഒന്നും ചെയ്യാനില്ല. അയാൾ പുറത്തേക്ക് നടക്കുമ്പോൾ അതാണ് അയാൾ ആലോചിക്കുന്നത്. ജിയാങ് കുടുംബമാണ് നീലിനെ വേട്ടയാടാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ഈ ചെറുപ്പക്കാരന് ഒരു കുലുക്കവുമില്ലല്ലോ. അയാൾ പോയി കഴിഞ്ഞതും വാതിലുകൾ ബന്ധിച്ച് നീല് ആ കോൾഡ്രൻ റെഡിയാക്കി അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. നീല് എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നത് ഈ കോൾഡ്രന് വേണ്ടിയാണ്. ആൽക്കമിസ്റ്റുകൾക്ക് ആൽക്കമിസ്റ്റ് സ്റ്റൗ മസ്റ്റാണ്. മരുന്നുണ്ടാക്കാനായി അതിൻ്റെതായ സ്റ്റൗ തന്നെ വേണം. സാധാരണ ഈ ആയുർവേദ ശാലകളൊക്കെ ഉണ്ടാക്കും പോലെ മരുന്നുണ്ടാക്കാൻ നിന്നാൽ അതൊന്നും വലിയ ഫലപ്രാപ്തി ഉണ്ടാക്കില്ല. അതിൻ്റെതായ ഒരു കോൾഡ്രൻ വേണം. വലിയ വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണശാലകളിൽ വലിയ കോൾഡ്രനൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ ഒരെണ്ണമാണ് ഇവിടെ ഇപ്പോൾ നീലിനെ കിട്ടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയുണ്ട്. നീൽ അതിവേഗം ഷിൻഡിയും ടീമും എത്തിച്ച ആ ഹബ്സിനെ ആ കോൾഡ്രനിലേക്ക് മാറ്റുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീലിന് കുറച്ച് പിൽസ് ലഭിച്ചു. അപ്പോഴേക്ക് സമയം രാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 1/2 ഡസൻ ഗുളികകളാണ് നീലിന് ലഭിച്ചിരിക്കുന്നത്. അഷുർ സ്പിരിറ്റ് പില്ല് എന്ന് നീല് പേരിട്ട് വിളിക്കുന്ന ആ ഗുളികൾ കിട്ടിയതും അതിൽ നിന്ന് 2 എണ്ണം നീല് ആദ്യമേ കഴിച്ചു. അതിനുശേഷം അവിടെ സ്വസ്ഥമായി ചമ്രം പണിഞ്ഞിരുന്ന നീല് സാവധാനം തന്റെ ശക്തി ഇങ്ങനെ സമാഹരിച്ചു തുടങ്ങിയാണ്. ബ്രീതിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത നീലിന് ഇപ്പോൾ ഒരു കാര്യം അറിയാം, താൻ ഒരു ബ്രേക്ക് ത്രൂവിന്റെ അറ്റത്ത് എത്തി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് നീല് വരുന്ന മേഖലകളിൽ ആദ്യം പഠിക്കുന്നത് ബോഡി ടെമ്പർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ശരീരം ശരിക്കും പരുവപ്പെടുത്തിയെടുക്കണം. നമ്മൾ ജിമ്മിലേക്ക് പോയി കയ്യിലെയും കാലിലെയും ബോഡിയിലെ വിവിധ ഭാഗങ്ങളിലെ മസിലുകൾ ബിൽഡ് ചെയ്തെടുക്കും പോലെ ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും ആദ്യം ആ ബോഡി ഒന്ന് മെരിക്കണം, ടെമ്പർ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ജനിക്കുന്നത്. മാർഷൽ ആർട്ടിസ്റ്റിന്റെ ശക്തി ഫിസിക്കൽ സ്ട്രെങ്തും ഇന്നർ സ്ട്രെങ്തും ചേർന്നിട്ടാണ്. ബോഡി നന്നായി ടെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് സോളിനെ ടെമ്പർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് സോൾ ഓപ്പണിംഗ് എന്ന് പറയും. ഈ സോൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട 9 ലെവലുകളുണ്ട്. ബോഡി ടെമ്പറിംഗിൽ 9 ലെവലുണ്ട്. സോൾ ഓപ്പണിംഗിലെ 5ാമത്തെ ലെവലിലാണ് യഥാർത്ഥത്തിൽ നീല്. ഹക്സിയിൽ ഈ ആർട്ടിസ്റ്റുകളെ അളക്കുന്നത് വേറൊരു ശൈലിയിലാണ്. ആ ശൈലി നീല് ഉപയോഗിക്കുന്ന അളവ് പോലുമായി കണക്റ്റഡ് അല്ല. നീല് കണ്ണുകളടച്ച് ആ ബ്രേക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മണി 6 മണിക്കിടയിൽ നീല് കണ്ണു തുറക്കുമ്പോൾ നീലൊരു വല്ലാത്ത ഉന്മേഷം ഫീൽ ചെയ്യാണ്. നീലിപ്പോ 7th ലെവലിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്.
അടുപ്പിച്ച് 2 ലെവലുകളാണ് ആ രാത്രിയിൽ നീല് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോൾ ഓപ്പണിംഗ് സ്റ്റേജിന്റെ 7th ലെവല് ഒരു ശക്തമായ ലെവലാണ്. 7th ലെവലിലേക്ക് കടന്നു തോന്നിയതും നീലിനൊരു കൗതുകം. നീല് വേഗം ആ കറുത്ത കല്ല് പുറത്തെടുത്തു. ആ കറുത്ത കല്ല് പുറത്തെടുത്ത നീലിന്റെ കോൺഷ്യസ്നസ് അതിവേഗം ആ കറുത്ത കല്ലുമായി ബന്ധപ്പെട്ടതും നീല് ആ വലിയ സെമിത്തേരിയിലെത്തി. 100 കല്ലറകളും ആ കല്ലറകളുടെ മുൻഭാഗത്തായി കാണപ്പെടുന്ന ആ 100 ഫലകങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ആ എൻറ്റയർ ഏരിയയും കവർ ചെയ്തുകൊണ്ട് ഒരു സോൾ എനർജിയും ഉണ്ട്. ശക്തമായ പ്രൊട്ടക്ഷനുള്ള ആ സ്ഥലത്ത് നീലിന് കടക്കാനും ഇറങ്ങാനും എളുപ്പം പറ്റും. നീല് അവിടെ അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ നീല് കണ്ട ആ ഫലകം നന്നായി തിളങ്ങുകയാണ്. ലിയോ ആന്റിൻ ഫിയറി ഫസ്റ്റ് സെക്ഷൻ. ആ തിളങ്ങുന്ന കല്ലറയ്ക്കുള്ളിൽ ഒരു അതിശക്തനുണ്ട്. അയാളുടെ പേര് ലിയോ ആന്റിൻ ആണ്. ആ കല്ലറയ്ക്ക് അകത്തുള്ള ആളെ താൻ എങ്ങനെ പുറത്തെത്തിക്കും? ആ പുറത്തുനിന്ന ആള് തന്നെ സഹായിക്കുമോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നീലിന്റെ ഉള്ളിൽ എങ്ങനെ ഉയരുമ്പോൾ ഒരു അശരീരി അവിടെ മുഴങ്ങി. ഈ കല്ലറകളിൽ ഈ പ്രപഞ്ചത്തിലെ അതിശക്തരായ 100 യോദ്ധാക്കളാണ് ഉള്ളത്. ഓരോ കല്ലറയും ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ കല്ലറയ്ക്കുള്ളിൽ നിന്ന് ആ അതിശക്തരായ യോദ്ധാവിന്റെ ഡിവൈൻ സെൻസ് പുറത്തേക്ക് വരും. ആ ഡിവൈൻ സെൻസ് അത് ഡിവൈൻ സെൻസ് മാത്രമായതുകൊണ്ട് കുറച്ച് നേരത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ മാത്രമേ ആ ഡിവൈൻ സെൻസിന് നിനക്കൊപ്പം നിൽക്കാൻ പറ്റൂ. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ ആ ഡിവൈൻ സെൻസിനെ ഉപയോഗിക്കണം. നിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് ഇവിടെയുള്ള ഓരോ കല്ലറകളായി നിനക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇന്നു മുതൽ നീ ഈ സെമിത്തേരിയുടെ അധിപൻ കൂടിയാണ്. നിന്നെ ഇവിടെയുള്ള ആളുകൾ മാസ്റ്റർ എന്നായിരിക്കും വിളിക്കുക. ഈ സെമിത്തേരിക്ക് ഒരു പേരുണ്ട്, സംസാര ഗ്രേവ്യാർഡ്. നല്ല മുഴക്കമുള്ള ശബ്ദമാണ് നീ കേൾക്കുന്നത്. സംസാര ഗ്രേവ്യാർഡ്. താൻ അതിന്റെ മാസ്റ്ററാണ്. താൻ എങ്ങനെ ആ ഗ്രേവ്യാർഡിന്റെ മാസ്റ്ററായി? ഈ ശ്മശാനത്തിന്റെ മാസ്റ്റർ താൻ എങ്ങനെയായി? നീലിന് ഒരു പിടിയുമില്ലാത്ത കാര്യങ്ങളാണ് നീൽ കേൾക്കുന്നത്. അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ ആ കല്ലറ ആക്ടിവേറ്റ് ചെയ്താൽ മതിയെന്ന് നീലിന് അറിയാം. ആ ശബ്ദം പറഞ്ഞ പോലെ ആ കല്ലറ ആക്ടിവേറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ് പക്ഷെ കല്ലറ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സംശയം തോന്നിയതും നീല് ഉറക്കെ ചോദിച്ചു, ഞാൻ എങ്ങനെയായി കല്ലറകൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? നിൽഗ്രി, കല്ലറ ആക്ടിവേറ്റ് ചെയ്യാൻ നീ ആ കല്ലറയിൽ സ്പർശിച്ചാൽ മാത്രം മതി. പക്ഷെ അങ്ങനെ സ്പർശിക്കണമെങ്കിൽ ആ കല്ലറ പൂർണ്ണമായും പ്രകാശിച്ചിരിക്കണം. ഇപ്പോ ആ ഗ്രേവ് യാർഡിനകത്ത് നീൽ കാണുന്ന 100 കല്ലറകളിൽ ഒരെണ്ണം മാത്രമാണ് അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത്. ആ പ്രകാശിച്ച് നിൽക്കുന്ന കല്ലറയിൽ നീല് തൊട്ടാൽ ആ കല്ലറയ്ക്കകത്തുള്ള ഡിവൈൻ സെൻസ് പുറത്തേക്ക് വരുമെന്നാണ് നീല് ഇപ്പൊ മനസ്സിലാക്കിയത്. അത് ഒന്ന് തൊട്ടാലോ? അങ്ങനെ തൊട്ടാൽ നേരത്തെ പറഞ്ഞ ആ വാചകം ഓർമ്മിപ്പിച്ച കാര്യം നീലിന്റെ മനസ്സിലേക്ക് വന്നു. ഇപ്പോ നീലിന് ത്രട്ടൊന്നുമില്ല. ത്രട്ട് ഉള്ള സമയത്ത് ശക്തനായ ഒരു യോദ്ധാവിനെ രംഗത്തിറക്കുന്നതായിരിക്കും നല്ലത് എന്ന ബോധ്യം വന്നതും നീല് ആ ഗ്രേവ് യാർഡിൽ നിന്ന് പുറത്തിറങ്ങി. തനിക്ക് സഹായിയായി 100 ആളുകളുണ്ട്. ആ 100 ആളുകളിൽ ഒരാള് ഇതാ തന്നെ സഹായിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അയാള് ഫിയറി ഫിസ്റ്റ് സെക്ഷന്റെ ആരോ ആണ്. ഏതാണ് ഈ ഫിയറി ഫിസ്റ്റ് സെക്ഷൻ എന്ന് ചോദിച്ചാൽ നീലിന് ഒരു പിടിയില്ല. താൻ എങ്ങോട്ടോ നയിക്കപ്പെടുകയാണ്. ആരോ തന്നെ നയിക്കുന്നതാണ്. ആ കാര്യം നീലിനിപ്പോൾ ഏകദേശം ഉറപ്പാണ്. നീല് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും നേരം നന്നായി പുലർന്നു കഴിഞ്ഞു. ഈ സമയത്ത് ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിനകത്ത് അവിടെ കിച്ചണിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് സോന. അപ്പോഴാണ് സോനയ്ക്ക് രാവിലത്തെ മെസ്സേജുകൾ വരുന്നത്. രാവിലെ ഒത്തിരിയേറെ ന്യൂസ് പേപ്പറുകളിൽ നിന്ന് വിവരങ്ങൾ സോനയുടെ ആ ഫോണിലേക്ക് വരും. അവൾ നേരത്തെ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഹെഡായിരുന്ന സമയത്ത് മാർക്കറ്റ് ന്യൂസുകളാണ് അവള് പ്രാധാന്യപൂർവ്വം വായിക്കുക. ഇപ്പോ തുടർച്ചയായി മെസ്സേജ് വന്നപ്പോൾ സോന ഫോണ് കയ്യിലെടുത്തു. ആ മെസ്സേജ് വായിച്ച സോന ശരിക്കും സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. നാളെ റിവർ സിറ്റിയിൽ ഒരു ലോഞ്ചിങ് നടക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പാണ് നാളെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഏതാണെന്നും ആരുടേതാണെന്നും സോനയ്ക്ക് നന്നായി അറിയാം. നീലിന്റെ പിതാവ് ആർതർ ഗ്രീ ആണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ആരംഭിച്ചതും വളർത്തിയെടുത്തതും. പക്ഷെ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിലൂടെ ഇല്ലാതായ ആ നിമിഷം മുതൽ ആ കമ്പനി ഇല്ലാതായതാണ്. ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ പിന്നീട് അനവധി സ്ഥാപനങ്ങൾ വിഴുങ്ങിയപ്പോൾ
അതിന്റെ സിംഹഭാഗവും വിഴുങ്ങിയത് ക്യൂൻ ഗ്രൂപ്പാണ്. അതൊക്കെ ഈ റിവർ സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ സോനയ്ക്ക് അറിയാം. ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആർതർ ഗ്രീയുടെ മകൻ നീൽ ഗ്രീ റിവർ സിറ്റിയിലുണ്ട്, അവൾക്കൊപ്പമുണ്ട്. ആ നീല് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കുകയാണോ? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിക്കും ഒരു ഭയം സോനയ്ക്ക് തോന്നുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ അവസാനിപ്പിച്ച ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഉടമയെ ആർദ്രയും ഭാര്യയും കൊന്ന ആളുകൾ ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തുണ്ടാകും, അല്ലെങ്കിൽ അങ്ങ് ക്യാപിറ്റൽ ഉണ്ടാകും. അവര് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കപ്പെടുന്ന കാര്യം അറിഞ്ഞാൽ ഉറപ്പായും തിരിച്ചടിക്കും. നീലിന് ഒരിക്കലും അവർക്കൊപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചതും വല്ലാത്തൊരു ടെൻഷൻ സോനയുടെ ഉള്ളിലേക്ക് എങ്ങനെ കയറി വരുമ്പോൾ ഈ സമയത്താണ് ആ കിച്ചണിലേക്ക് സാക്ഷാൽ സിയെ കടന്നു വന്നത്. സിയും ആ ന്യൂസ് അറിഞ്ഞിരിക്കുകയാണ്. സോന ആ ന്യൂസ് വായിച്ചു എന്നും അവൾ ആകെ ടെൻഷനാണെന്നും കേട്ടപ്പോൾ സിയ ആലോചിച്ചതും ആ കാര്യമാണ്. സിയുടെ മാതാവുമായിട്ട് നീല് അവളുടെ മുന്നിൽ വെച്ചാണ് ഉടക്കുന്നത്. അടുത്ത 6 മാസങ്ങൾക്കകം റൂട്ട് ഫാമിലിയുടെ എല്ലാ ബിസിനസ്സുകൾക്ക് മുകളിൽ നീല് തന്റെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ എത്തിക്കുമെന്നാണ് അന്ന് സിയുടെ സാന്നിധ്യത്തിൽ സിയുടെ മാതാവിനോട് നീല് പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ വേണ്ടി നീല് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിപ്പിച്ചിരിക്കുകയാണ്. നീല് ഇതെന്താ ചെയ്യുന്നത്? റൂട്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നീലിന് ശരിക്കും അറിയത്തില്ല. ഈ ജിയാങ്നൻ പ്രൊവിൻസിലെ നമ്പർ 1 പണക്കാരാണ് സിയുടെ റൂട്ട് കുടുംബം. ആ കുടുംബത്തിന്റെ ബിസിനസിന്റെ വേരുകൾ ശരിക്കും ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അത് ഈ ജിയാങ്നൻ പ്രൊവിൻസിൽ മുഴുവനുണ്ട്. റിവർ സിറ്റി ഈ ജിയാങ്നൻ പ്രൊവിൻസിനകത്തെ ഒരു ചെറിയ സിറ്റി മാത്രമാണ്, ഒരു ചെറിയ സ്ഥലം. ഇവിടെയുള്ള ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് ഈ സ്റ്റേറ്റ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന റൂട്ട് കുടുംബത്തിലെ ബിസിനസ്സുകൾക്ക് മുന്നിൽ ഒരു കാരണവശാലും പിടിച്ചിരിക്കാൻ പറ്റില്ല. നീരത് എന്താ കാണിക്കുന്നത്? സിയും സോനയും ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഇതേ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ചൂ കുടുംബമാണ്. ചൂ കുടുംബത്തിലെ ഏറ്റവും പ്രമുഖരായ 15 ആളുകളാണ് ഒരു വലിയ ടേബിളിന് ചുറ്റുമായി അവിടെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ആ മീറ്റിംഗിന് നേതൃത്വം വഹിക്കുന്നത് ചൂ സരന്റെ പിതാവാണ്. ഒരു അടിയന്തര മീറ്റിംഗ് ചൂ കുടുംബത്തിന്റെ ആ ഫാമിലി ഹെഡ് ചൂ ഷെങ്യാൻ വിളിച്ചു ചേർത്താണ്. അദ്ദേഹത്തെ ഫേസ് ചെയ്തിരിക്കുന്നത് 14 അംഗ ടീമാണ്. ആ 14 പേരിൽ ഒരാള് സാക്ഷാൽ ചൂ ഷൂരനാണ്. ആ നിരന്നിരിക്കുന്ന 14 ആളുകളെയും നോക്കിയതിനു ശേഷം ചൂ ഷെങ്യാൻ അവരോടായി പറഞ്ഞു, നിങ്ങളെ ഈ രാവിലെ അടിയന്തരമായി ഞാൻ വിളിപ്പിച്ചത് ഒരു വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് കേട്ടതും ഒരാൾ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. ആർക്കത് മറക്കാൻ കഴിയുക? ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് റിവർ സിറ്റിയിൽ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാവരും അറിയുന്ന സ്ഥാപനമായിരുന്നല്ലോ. ഒരു രാത്രി കൊണ്ടല്ലേ ആ സ്ഥാപനം ഇല്ലാതായത്? അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും ചൂ ഷെങ്യാൻ പറഞ്ഞു, അതെ, ആ ക്ലൗഡ് ലേക്ക് മാനറിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. അന്ന് നമ്മുടെ കുടുംബം ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിലെ ആ ബാങ്കറ്റിൽ വെച്ചാണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലെ ആർദ്രും ഭാര്യയും കൊല്ലപ്പെട്ടത്, അവർക്കൊപ്പം അവരുടെ മകനും. അപ്പോൾ പിന്നെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ആരാണ് പുനർജീവിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആ ചോദ്യം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ചൂ ഷൂരൻ ഉൾപ്പെടെ എല്ലാവരും വാർത്ത അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്തൂടെ ഒന്നിങ്ങനെ സ്കാൻ ചെയ്തു പോയ ചൂ ഷെങ്യാൻ അവരോടായി പറഞ്ഞു, നമ്മൾ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ജനത്തെ ചെറുതായി പാടില്ല. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ സ്വത്തുക്കളുടെ 90% കൊണ്ടുപോയത് ക്യൂൻസ് ഗ്രൂപ്പാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്യൂൻസ് ഗ്രൂപ്പിന്റെ മുകളിൽ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ക്യൂൻ ഗ്രൂപ്പിന്റെ സിഇഒ ഷെങ് ജിങ്മിങ് കൊല്ലപ്പെട്ടിരുന്നു. നിങ്ങൾ ആ വാർത്തകൾ വായിച്ചു കാണും. പോലീസിന്റെ ഭാഷ്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഷിങ് ജെങ്മൻ ആ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പോലീസിന്റെ ഭാഷ്യം പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ വരവിനും ഷിങ് ജെങ്മങ്ങിന്റെ ആ മരണത്തിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഷിങ് ജെങ്മങ്ങിന്റെ ശക്തി എന്ന് പറയുന്നത് ആ മാർഷൽ ഗ്രാൻഡ് മാസ്റ്റർ കിയോ ഷെങ് ആണ്. നമുക്ക് എല്ലാവർക്കും അക്കാര്യം അറിയാം. നിങ്ങളും ആ വാർത്ത അറിഞ്ഞു. ക്യൂൻ ഗ്രൂപ്പ് തീപിടിച്ച അതേ ദിവസം കിയോ ഷെങ് അയാളുടെ വസതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. അയാൾ മാത്രമല്ല, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. ഈ സംഭവങ്ങൾക്കും നാളെ പുനർജീവിപ്പിക്കപ്പെടുന്ന ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനും തമ്മിൽ ബന്ധമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അന്വേഷണം എന്നോട് പറയുന്നത്. ശരിക്കും അവിടെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് 8 കൊല്ലങ്ങൾക്ക് മുമ്പ് റിവർ സിറ്റിയിൽ നിന്ന് അപ്രത്യക്ഷമായതാണ്.
ആ ഗ്രൂപ്പ് ഇതാ വീണ്ടും പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നതിനിടയിൽ ആ ഗ്രൂപ്പിനെ തകർത്ത ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചു ഷെങ്യാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഫിൻ കുടുംബത്തിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഫിൻ കുടുംബത്തിന്റെ ആ പിതാവും മകനും രണ്ടുപേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അവരും അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന ആ ബാങ്കറ്റിൽ ഉണ്ടായിരുന്നവരാണ്. അതുപോലെ യാവോ കുടുംബത്തിന്റെ കേസും നമ്മൾ കണ്ടു. യാവോ കുടുംബത്തിലെ ആ ഗ്രാൻഡ് മാസ്റ്ററായ ചോം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്. അയാളും ആ ക്ലൗഡ് ലേക്ക് മാനറിൽ ആ ബാങ്കറ്റിൽ ഉണ്ടായിരുന്നു. ആ ക്യൂൻ ബിൽഡിങ്ങിന്റെ മുകളിൽ തീപിടിച്ച് മരിച്ച ഷെങ് ജിങ്മെങ്ങും അതുപോലെ ഗ്രാൻഡ് മാസ്റ്റർ കിയോ ഷാങ്ങും ഒക്കെ അന്നത്തെ ആ ക്ലൗഡ് ലേക്ക് മാനറിനകത്ത് നടന്ന ബാങ്കറ്റിൽ ഉണ്ടായിരുന്നവരാണ്. അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ക്ലൗഡ് ലേക്ക് മാനറിലെ ആ ഇൻസിഡന്റിൽ പങ്കെടുത്ത ആളുകൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിക്കപ്പെടുന്നു. ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ? ചു ഷെങ്യാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ജനനവും അതുപോലെ ഈ മരണങ്ങളും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ട്. ആളുകളുടെ മുഖത്ത് നിന്ന് ആ വിവരം വായിച്ചറിഞ്ഞ ചു ഷെങ്യാൻ അവരെല്ലാം ഒന്ന് നോക്കിയതിനു ശേഷം അവരോടായി ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? അവരെല്ലാവരും ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ആ കാര്യം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇല്ല, ആരാണെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങൾ അവിടേക്ക് നോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് റിമോട്ടിൽ ഒന്ന് പ്രസ് ചെയ്തതും അവിടെയുള്ള കൂറ്റൻ ടിവിയിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. ആ ചിത്രം തെളിഞ്ഞു വന്നതും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയ ചൂഷുരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി തരിച്ച് സ്തംഭിച്ചങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവള് ഇപ്പോ ആ ടി വിയിൽ കാണുന്നത്. അവള് കാണുന്നത് ആ റോയൽ ക്ലബിലെ ആ വെയിറ്ററെയാണ്. പണ്ട് അവൾക്കിപ്പോ സ്കൂളിൽ പഠിച്ചിരുന്ന ആ നീലിന്റെ മുഖത്തോട് സാമ്യമുള്ള റോയൽ ക്ലബിലെ ആ വെയിറ്റർ ഇതാ ടി വിയിൽ. അവള് ആ വെയിറ്ററെ അതിനുശേഷം ഒരിക്കൽ കൂടി കണ്ടിരുന്നു. അത് ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ മുന്നിൽ വെച്ചാണ്. അന്ന് അവളുടെ 2 ബോഡി ഗാർഡുകളെയും നിശ്ചലരാക്കി മാറ്റിയ ആ വെയിറ്റർ അന്ന് അവളെ ഒരിക്കൽ കൂടി ഞെട്ടിച്ചത് സിയുടെ രംഗപ്രവേശത്തോടുകൂടിയാണ്. റൂട്ട് കുടുംബത്തിന്റെ ഒണാണ്ടുള്ളി സിയ റൂട്ട് ഹബി എന്ന് വിളിച്ച് ആ വെയിറ്ററുടെ കൈ പിടിച്ച് നടന്ന രംഗം ഇപ്പോഴും അവളുടെ കൺമുന്നിലുണ്ട്. ആ വെയിറ്റർ ഇതാ ആ സ്ക്രീനിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. സകലരും അമ്പരപ്പോട് നോക്കുമ്പോൾ ചില ആളുകൾ ഉറക്കെ ചോദിക്കണം, ഇത് ആ യൂസ്ലെസ്സിലെ ആ ആർദറിന്റെ മകൻ ആ യൂസ്ലെസ് നീലല്ലേ ഇത്? ആ ചോദ്യം കേട്ടതും ചൂഷൂരിന്റെ പിതാവ് ചു ഷെങ്യാൻ പറഞ്ഞു, അതെ, അത് തന്നെയാണ് കക്ഷി. ആ യൂസ്ലെസ് ആണ് ഇപ്പോ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ മിനിസ്ട്രിയിൽ നിന്ന് ഈ വിവരം സംഘടിപ്പിച്ചത്. കമ്പനിയിൽ പുനർജീവിപ്പിക്കുന്ന സമയത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അനവധി ഡോക്യുമെന്റുകൾ ഉണ്ടാക്കപ്പെടും. ആ ഡോക്യുമെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രൊമോട്ടേഴ്സിന്റെ വിവരങ്ങളാണ്. ഇതിന് ഒരേ ഒരു പ്രൊമോട്ടറേ ഉള്ളൂ. ആ പ്രൊമോട്ടർ സാക്ഷാൽ നീൽ ഗ്രിയാണ്. ചു ഷെങ്യാൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ സകലരും അമ്പരപ്പോടെ ആ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കുമ്പോൾ ചു ഷെങ്യാൻ പറഞ്ഞു, ഞാൻ ഇവനെക്കുറിച്ച് കാര്യമായി തിരക്കി. ഇവൻ ആ നദി വീണപ്പോൾ കടലിലേക്ക് ഒഴുകിപ്പോയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ എങ്ങനെയോ അവൻ രക്ഷപ്പെട്ടു. 8 കൊല്ലങ്ങൾക്ക് ശേഷം അവൻ മടങ്ങി എത്തിയിരിക്കുകയാണ്. പറയത്തക്ക വളർച്ചയൊന്നും അവന് ഉണ്ടായിട്ടില്ലെങ്കിലും അവൻ എങ്ങനെയോ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തി. ചു കുടുംബത്തിലെ ഷെങ്യാൻ ആള് ചില്ലറക്കാരനല്ല. അയാൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുകയാണ്. അയാള് അവിടെ ഇരിക്കുന്ന ആളുകൾ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയാവോ ആരാണ് ഈ നീൽ ഗ്രിയുടെ പിന്നിലുള്ളതെന്ന്? നീൽ ഗ്രിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ആർക്കും സംശയമില്ല. അതറിയാൻ വേണ്ടി അവര് ചു ഷെങ്യാനെ നോക്കുമ്പോൾ ചു ഷെങ്യാൻ അവരോട് പറഞ്ഞു, ഇവനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആ നോർത്ത് നൈം കോർപ്പറേഷന്റെ സിഇഒ ഷെൻ ഹാരിയാണ്. ഷെൻ ഹാരിയോ അയാൾക്ക് സുഖമില്ലാതെ കിടക്കല്ലേ? അയാൾ ക്യാൻസർ ബാധിച്ച് മഠത്തെ മുഖാമുഖം കാണുന്ന സമയമായിരുന്നല്ലോ. അയാൾ എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാം? എനിക്കറിയത്തില്ല. അയാള് മരിക്കാറായി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തീരുമാനിച്ചു കാണും. എന്തായാലും കൊള്ളാം. മരിക്കാൻ കിടക്കുന്ന ഒരുത്തനും മരിച്ചുപോയ മറ്റൊരുത്തനും ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങുന്നു. അങ്ങനെ ചു ഷെങ്യാൻ പറഞ്ഞപ്പോഴാണ് അയാളുടെ കണ്ണുകൾ അയാളുടെ മകളുടെ മുഖത്ത് പതിയുന്നത്. അവളാകെ വിളറിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ഇപ്പോഴും ആ സ്ക്രീനിൽ തന്നെയാണ്. ആ സ്ക്രീനിലേക്ക് അവൾ അങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നുണ്ടതും
ചു ഷെങ്യാൻ പറഞ്ഞു, ഓഹോ ശൂരൻ, ഞാൻ ഇപ്പോഴാ ആ കാര്യം ഓർത്തത്. അന്ന് നിന്നെ പരസ്യമായി ഇവൻ പ്രപ്പോസ് ചെയ്തപ്പോ നീ പരസ്യമായിട്ട് തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചു കുടുംബത്തിൽ എല്ലാവരും ആ വിവരം അറിഞ്ഞിരുന്നു. സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വൻ സദസ്സിലാണ് ചു ഷൂരനെ അന്ന് നീൽഗിരി പ്രപ്പോസ് ചെയ്തത്. ആ നീൽഗിരിയെ ആ സദസ്സിന് മുന്നിൽ വെച്ച് തന്നെ യൂസ്ലെസ് എന്ന് പറഞ്ഞ് ചു ഷൂരൻ കളിയേക്ക് വിട്ടത് ശരിക്കും ഈ ചു കുടുംബത്തിൽ ഒരു പാട്ടാണ്. ചു കുടുംബത്തിൽ മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും ആ കാര്യം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ചു ഷൂരന്റെ ആ ധൈര്യത്തെയും ആ പെരുമാറ്റത്തെയും അഭിനന്ദിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ കാലങ്ങൾക്ക് ശേഷം അതേ ചു ഷൂരൻ നീൽഗിരിയെ വീണ്ടും കാണാൻ പോവുകയാണ്. ചു ഷൂരൻ ആ ഫോട്ടോ തന്നെ വീണ്ടും നോക്കിയിരിക്കുന്നുണ്ടെന്നും ചു ഷെങ്യാൻ അവളോട് പറഞ്ഞു, മോളെ ഇനിയും അവൻ നിന്റെ മുന്നിൽ വരുമ്പോ അന്ന് പറഞ്ഞ അതേ ഡയലോഗ് വീണ്ടും നിനക്ക് ആവർത്തിക്കാമല്ലോ. ഒരു യൂസ്ലെസ് എന്നും യൂസ്ലെസ് തന്നെയാണ്. ചു ഷൂരനോട് അവളുടെ പിതാവ് അത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ ഈ അടുത്ത കാലത്ത് പറഞ്ഞ ആ രംഗങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒന്ന്, അവളെ ആ ബോണറ്റിലേക്ക് നീല് ഇടിച്ച് ചേർക്കുന്ന രംഗമാണ്. രണ്ടാമത്തെ രംഗം ആ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുന്നിൽ അവസാനം സിയ നീലിന്റെ കയ്യിൽ പിടിച്ചങ്ങനെ നടക്കുന്ന രംഗമാണ്. ആ രംഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ടെൻഷൻ അനുഭവപ്പെടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവം സാക്ഷാൽ റൂട്ട് കുടുംബത്തിലെ റിവർ സിറ്റിയിലെ ആ അപ്പാർട്ട്മെന്റിൽ നടക്കുകയാണ്. അവിടെ സിയുടെ മാധവ് ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം ഉണ്ടാവുകയാണ്. അത്ഭുതമാണോ, ഞെട്ടലാണോ, പുച്ഛമാണോ, എന്താണെന്ന് പറയാൻ കഴിയാത്തൊരു ഭാവമാണ്. അവരോട് മത്സരിച്ച് അവരുടെ കുടുംബത്തെക്കാൾ മുകളിൽ നീലെത്തുമെന്ന് അവരോട് നീല് വെല്ലുവിളിച്ചപ്പോൾ അതൊരു തമാശയായി മാത്രമാണ് അവർ കണ്ടത്. ഇപ്പൊ ഇതാ ആ ചെറുപ്പക്കാരൻ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പുനർജീവിപ്പിക്കാൻ പോവുകയാണ്. നാളെയാണത്രേ ലോഞ്ച്. അവന്റെ ആ ലോഞ്ച് ഒന്ന് പൊളിക്കണം. ആ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ സിയുടെ അമ്മ എടുക്കുകയാണ്. അവർ ഉടൻ തന്നെ അവരുടെ സബോർഡിനേറ്റ്സിന് ആ നിർദ്ദേശം കൊടുത്തു, നാളെ ഒരാളും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ഇനാഗുറേഷൻ സെറമണിയിൽ പങ്കെടുക്കാനായി പോകരുത്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്ന് ദ യങ് മാസ്റ്ററിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.